നമസ്കാരം. മാർക്ക് ഫെല്ലർക്ക് ശരിക്കും ആ കാഴ്ച വല്ലാത്തൊരു സന്തോഷവും ഒരു പ്രതീക്ഷയുമാണ് നൽകിയത്. ആ ശൂന്യാകാശത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് ആ യുദ്ധക്കപ്പലിനെ കാണുന്നത്. ആ കാഴ്ച മാർക്കിനുണ്ടാക്കിയ ആഹ്ലാദത്തിന് അതിരുകളില്ല എന്ന് പറയാം. മാർക്ക് അതിവേഗം ആ ഷിപ്പ് ലക്ഷ്യമാക്കി അങ്ങനെ പാഞ്ഞു ചെല്ലുകയാണ്. ഈ സമയത്ത് ഷിപ്പിനകത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ ഒരു യുവതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ആ ബഹിരാകാശത്ത് കാണുന്ന ആ കാഴ്ചകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ നിന്ന് ഒരാള് ആ കപ്പലിന് നേരെ പാഞ്ഞു വരുന്നത് അവർ കണ്ടത്. അത് കണ്ടതും ആ പ്രായമുള്ള മനുഷ്യൻ അയാളുടെ കൂടെയുള്ള ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഏയ് ക്യൂന, നീ അത് കണ്ട? ശരിക്കും ക്യൂന അപ്പോഴാ ആ കാഴ്ച കാണുന്നത്. ഒരു മനുഷ്യൻ ശൂന്യാകാശത്തൂടെ അങ്ങനെ പാഞ്ഞു വരികയാണ്. ഏതാനും സെക്കൻഡുകൾക്കകം മാർക്ക് ഫെല്ലർ ആ കപ്പലിന് സമീപമെത്തി. മാർക്കിനെ കണ്ടതും ആ പ്രായമുള്ള മനുഷ്യൻ മാർക്കിനോട് ചോദിച്ചു, ഏയ് നിങ്ങളെങ്ങനെയാ ഇവിടെ വന്ന് പെട്ടത്? സീനിയർ, ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടമുണ്ടായി. അവരെ ആരെയും കാണാനില്ല, ഞാൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് കേട്ടതും ക്യൂന അവിടെ കൂടെയുള്ള ആളോട് പറഞ്ഞു, അങ്കിൾ, ആ ആളെ കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അവൾ അങ്കിൾ എന്ന് വിളിച്ചയാള് അതിന് മറുപടി പറയാനായി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ ക്യൂനോട് പറഞ്ഞു, ക്യൂന, നീ എന്താ ഈ പറയുന്നത്? അപരിചിതരെ നമ്മളെ കപ്പലിലേക്ക് വിളിക്കുകയോ അയാൾ ഒരു കള്ളനോ കൊള്ളക്കാരനോ ആണെങ്കിലോ, അയാളുടെ പുറകിൽ അയാളുടെ ആളുകൾ വരികയാണെങ്കിലോ? ബ്രദർ ഫ്രണ്ട്, അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതുമാത്രമല്ല, അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ അയാൾ അത്ര ശക്തനല്ലെന്ന്? അയാൾ കുഴപ്പക്കാരനാണെങ്കിൽ തന്നെ നമുക്ക് അയാളെ ഈസിയായിട്ട് തോൽപ്പിച്ചൂടെ? ഫെനിന്റെ സിസ്റ്റർ ക്യൂന അങ്ങനെ പറഞ്ഞതും അവരുടെ അങ്കിൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് ചെറുപ്പക്കാര, അകത്തേക്ക് വാ. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അവിടുന്ന് നേരെ കുതിച്ച് അവരുടെ കപ്പലിനകത്ത് കയറി. അതിമനോഹരവും വിശാലമായ ഒരു കപ്പലിനുള്ളിലേക്കാണ് മാർക്ക് ഫെല്ലർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. മാർക്കിനെ കണ്ട ക്യൂനയും ഫെനിനും ആ അങ്കിളും മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഫെനിൻ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എങ്ങനെയാ ഇവിടെ വന്ന് പെട്ടത്? സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊപ്പം എൻ്റെ കുടുംബവും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ കപ്പൽ ഒരു ചുഴിയിൽപ്പെട്ട് പൊളിഞ്ഞത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയെന്നോ? എത്ര നാളായി ഒറ്റയ്ക്കായിട്ട്? അതിപ്പോൾ ഒരു 6-7 മാസമെങ്കിലാവും. 6-7 മാസമോ? നീ എന്താ ആളുകളെ പൊട്ടന്മാരാക്കിയാണോ? ഒരു ട്രൂ സെയിന്റിന് പോലും പരമാവധി 1 കൊല്ലമേ ഈ ശൂന്യാകാശത്ത് പിടിച്ചിരിക്കാൻ പറ്റൂ. അപ്പോഴാണ് ഒരു റിവേഴ്ഷൻ ഓടിച്ചുചേർന്നായ നീ ഇവിടെ ഇത്രയും സമയം പിടിച്ചു നിന്നൊക്കെ പറയുന്നത്. മാർക്ക് ഫെല്ലർ തൻ്റെ ഓറ ശരിക്കും റെസ്ട്രിക്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ ഓറ അളന്ന് മാർക്കിൻ്റെ ശക്തി മനസ്സിലാക്കാനുള്ള ഒരു ശേഷി അവർക്കില്ല. മാർക്കിനേക്കാൾ താഴെയാണ് അവരുടെ ശേഷി. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അളക്കാൻ പറ്റാത്തത്. മാർക്ക് ആ ചെറുപ്പക്കാരനെ മൈൻഡ് ചെയ്യാതെ ആ പ്രായമുള്ള ആളോട് ചോദിച്ചു, സീനിയർ, ഈ ഹോളി റീജിയനിലേക്ക് പോകാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഹോളി റീജിയനും? ഹേയ് ബ്രദർ, എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മാർക്ക് ഊജി എന്നാണ്. മാർക്ക് ഫെല്ലർ തൻ്റെ പേര് ഒന്ന് പരിഷ്കരിച്ച ആ ആളുകളോട് പറഞ്ഞത്. മാർക്കിനെ മാർക്ക് ഊജി എന്ന് ആദ്യം വിളിച്ചത് ഊജിയുടെ ആ കയോട്ടിക് ഗുഹയിൽ ഊജിയുടെ ആ ശവകുടീരത്തിന് കാവൽ നിന്ന ആ 2 ആളുകളാണ്. അവർ മാർക്കിന് ആ പേര് ഇട്ടു കൊടുക്കുകയായിരുന്നു. ഇനി മുതൽ മാർക്ക് ഫെല്ലർ എന്ന് പറയണ്ട, മാർക്ക് ഊജി എന്ന് പറഞ്ഞാൽ മതിയെന്ന് അവരാ പറഞ്ഞത്. ആ ഓർമ്മയിൽ മാർക്ക് പെട്ടെന്ന് പേരങ്ങ് മാറ്റി പറഞ്ഞതാണ്. ഈ അപരിചിതർ ആരാണെന്നോ ആ കപ്പലിലുള്ള ആളുകൾ ആരാണെന്നോ എന്താണെന്നോ മാർക്കിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ മാർക്ക് എടുത്തതാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, ബ്രദർ മാർക്ക്, നിങ്ങളീ പറയുന്ന ഹോളി റീജിയൻ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരം അകലെയാണ്. എത്ര ദൂരെ അകലെയാണ്? ഹേയ് ബ്രദർ, ഞങ്ങൾക്കത് അറിയത്തില്ല, ഒരുപാട് ദൂരെയാണെന്ന് മാത്രമേ അറിയാവൂ. അത് കേട്ടപ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു മങ്ങലുണ്ടായി. ശരിക്കും മാർക്കിന് ഡീൻലി ആ കോർഡിനേഷൻ കൊടുത്തിരുന്നതാണ് ഭൂമിയുടെ. ആ കോർഡിനേഷൻ പക്ഷേ മാർക്ക് സെറ്റ് ചെയ്തത് ഇമ്മോർട്ടൽ എംപറുടെ ആ കപ്പലിലാണ്. ആ ശൂന്യതയിൽ ആ കപ്പൽ നഷ്ടമായതോടുകൂടി ആ കോർഡിനേറ്റ്സ് മാർക്കിന് നഷ്ടമാവുകയും ചെയ്തു. മാർക്കിന്റെ കയ്യിൽ ഹോളി റീജിയന്റെ കോർഡിനേറ്റേഴ്സ് ഇല്ലേം താൻ. ഹോളി റീജിയനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും കണ്ടുകിട്ടുമെന്നാണ് മാർക്ക് കരുതിയത്. പക്ഷെ ഇവിടെ ആ സംസാരിച്ച വ്യക്തികൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. മാർക്കിനോട് ആ പെൺകുട്ടി കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതും മാർക്ക് ആ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അതിനെന്താ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഉടൻ തന്നെ ആ കപ്പലിനകത്തുള്ള 2
സഹായികളെ വിളിച്ച് മാർക്കിന് ഒരു മുറി അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ മുറിയിലേക്ക് നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ കപ്പലിന്റെ ഉള്ളു മുഴുവൻ കാണുകയാണ്. ശരിക്കും ഒരു അടിപൊളി സംവിധാനം തന്നെയാണ് ആ കപ്പൽ. അനവധി മുറികൾ, ലൈബ്രറികൾ, കൾട്ടിവേഷനുള്ള സ്ഥലങ്ങൾ എല്ലാം അവിടെയുണ്ട്. ശരിക്കും ഒരു സുഖവാസ കേന്ദ്രമാണ് ആ കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. അനവധി ജീവനക്കാരുമുണ്ട്. മാർക്ക് ഫെല്ലർ അയാൾക്ക് അലോട്ട് ചെയ്ത മുറിയിലേക്ക് കടന്നു. മുറിയിലേക്ക് കടന്നോടെ തന്നെ മാർക്ക് ആ മുറി അങ്ങ് സീൽ ചെയ്തു. ഒരു ശ്രദ്ധ എന്തായാലും ഇനി എല്ലാ കാര്യത്തിലും വേണം. അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് മാർക്ക് ആ മുറി അങ്ങ് സീൽ ചെയ്തത്. അവിടെ കിടക്കയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മാർക്ക് ആ കിടക്കയിലേക്ക് കിടന്ന് ശരിക്കും കണ്ണെന്ന് അടച്ചു എന്ന് പറയാം. മാർക്ക് ഫെല്ലർ ആ മുറിയിലേക്ക് പോയതിനു ശേഷം ക്യൂനയുടെ ബ്രദർ ഫെനിൻ ക്യൂനോട് പറഞ്ഞു, ഏയ് ക്യൂന, ഒരു അപരിചിതനെ നമ്മളിങ്ങനെ നമ്മുടെ കപ്പലിനകത്ത് കയറ്റി താമസിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹേയ് ബ്രദർ, അയാളെ കണ്ടാൽ അറിയത്തില്ലേ അയാൾ ശരിക്കും ഒരു പാവമാണെന്ന്? അത് മാത്രമല്ല, എൻ്റെ ബ്രദർ എന്നോടൊപ്പം ഉള്ളപ്പോൾ നമ്മളിതിനാ ഭയക്കുന്നത്. ബ്രദർ ഫെനിന് അത് കേട്ടപ്പോൾ സന്തോഷമായി. അയാള് ക്യൂനോട് പറഞ്ഞു, ഒന്നാലോചിച്ച് അത് ശരിയുമാണ്. അങ്ങനെ അയാൾ പറഞ്ഞെങ്കിലും അയാൾ കൂടെ മാർക്ക് കിടക്കുന്ന മുറിയുടെ അടുത്തേക്ക് വരും. അതിനകത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അയാൾ ചെവി വട്ടം പിടിച്ച് നോക്കും. പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ആ ദിവസം രാത്രി ആയപ്പോഴും അയാൾ ആ മുറിയുടെ അടുത്തേക്ക് വന്നു. ഒരു ശബ്ദവുമില്ല. പെട്ടെന്നാണ് ഏതാനും ദിവസങ്ങളങ്ങ് കടന്നുപോയത്. 5-6 ദിവസമായിട്ടും മാർക്ക് ഫെല്ലറെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കാണാതായതും അവിടെ ദിവസവും ഭക്ഷണമായി എത്തുന്ന ക്യൂനയ്ക്ക് പോലും ഒരു വല്ലാത്ത അതിശയം. അകത്ത് കയറിയ ആ മനുഷ്യൻ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ക്യൂന മാർക്കിന്റെ ആ മുറിക്ക് നേരെ വരുമ്പോൾ ആ മുറിയുടെ വെന്റിലേഷനിലൂടെ അകത്തേക്ക് നോക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവളുടെ ബ്രദർ ഫെനിൻ പതുക്കെ പൊങ്ങി ആ വെന്റിലേഷനിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നത് കണ്ട ക്യൂന ഓടി ഫെനിന്റെ അടുത്തെത്തി. ബ്രദർ, എന്തായി കാണിക്കുന്നത്? അവന്റെ സഹോദരി അവന്റെ ആ പെരുമാറ്റം കണ്ടതിലുള്ള ഒരു ജാളിത പെട്ടെന്ന് ഫെനിന്റെ മുഖത്തുണ്ടായി. അല്ല ക്യൂന, അയാളെ ഒരാഴ്ചയായിട്ട് പുറത്ത് കണ്ടില്ല. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിയാൻ ഞാനൊന്ന് എത്തി നോക്കിയതാണ്. ബ്രദർ, ഇതൊന്നും നല്ല പരിപാടിയല്ല. അങ്ങനെ അവര് സഹോദരനും സഹോദരി സംസാരിക്കുമ്പോഴേക്കും വാതിൽ തുറന്ന് മാർക്ക് പുറത്തെത്തി. മാർക്ക് ആ ചെറുപ്പക്കാരെ കണ്ടു. മാർക്കിനെ കണ്ടതും ക്യൂന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വന്നതാണ്. അങ്ങനെ ക്യൂന പറഞ്ഞതും മാർക്ക് ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല. ക്യൂനയ്ക്കൊപ്പം ആ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. മാർക്ക് ഒരാഴ്ച സുഖമായിട്ട് ഉറങ്ങിയതും മാർക്കിന്റെ ആ ക്ഷീണമെല്ലാം പമ്പ കടന്നു. മാർക്ക് ഡൈനിങ് ടേബിൾ എത്തുമ്പോൾ അവിടെ ആ പ്രായമുള്ള അങ്കിളിനൊപ്പം അതേപോലെ പ്രായമുള്ള 3-4 ആളുകളുമുണ്ട്. മാർക്കും ഫെനിനും ക്യൂനയും അവർക്കൊപ്പം ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് മേശപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് മാർക്ക് ശരിക്കും അതിശയിച്ചു പോകുന്നത്. ആ മേശയിൽ ഇല്ലാത്തത് ഒന്നുമില്ലെന്ന് പറയാം. ഇഷ്ടംപോലെ വിഭവങ്ങളാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും അവര് ഒരു ഉല്ലാസയാത്ര നടത്തുകയാണെന്ന് വ്യക്തമാണ്. മാർക്ക് ചിരിച്ചുകൊണ്ട് ആ പ്രായമുള്ള ആളോട് ചോദിച്ചു, സീനിയർ, നിങ്ങൾ ശരിക്കും ഒരു ഉല്ലാസയാത്ര തന്നെയാണോ നടത്തുന്നത്? മാർക്ക്, അങ്ങനെയല്ല. ഞങ്ങൾ വരുന്നത് അങ്ങ് അകലെയുള്ള ഒരു പ്ലാനറ്റിൽ നിന്നാണ്. അതിനെ വിളിക്കുന്നത് ക്ലൗഡ് സ്പ്ലെൻഡർ കോണ്ടിനെന്റ് എന്നാണ്. ക്ലൗഡ് സ്പ്ലെൻഡർ കോണ്ടിനെന്റോ? അതെ, അതാണ് അതിന്റെ പേര്. അത് ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെ ഒരു അറ്റത്താണെന്ന് പറയാം. അവിടെ പക്ഷേ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സ്പിരിച്വൽ എനർജി വളരെ കുറച്ചേ ഉള്ളൂ. മാർക്ക്, നിനക്കൊരു അത്ഭുതം കേൾക്കണോ? ഈ ഫെനിന് ആകെ 300 വയസ്സേ ആയിട്ടുള്ളൂ. ഇവനിപ്പോൾ ഒരു സെമി സെയിന്റ് ആണ്. ഈ വേഗതയിൽ ഇവിടെ ആരും സെമി സെയിന്റ് ആയിട്ടില്ല. ക്ലൗഡ് സ്പ്ലെൻഡർ കോണ്ടിനെന്റിലുള്ള ആരും തന്നെ 300 വയസ്സിനകത്ത് സെമി സെയിന്റ് ആയിട്ടില്ല എന്ന് കേട്ടപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ഒരു ചിരി പൊട്ടി വരികയാണ്. മാർക്ക് ഫെല്ലർ സെമി സെയിന്റ് ആകുന്നത് 38-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 39-ാമത്തെ വയസ്സിലോ ആണ്. ആ സ്ഥലത്താണ് ഇവിടെ 300 വയസ്സായപ്പോൾ ഒരാള് സെമി സെയിന്റ് ആയെന്ന കാര്യം പറയുന്നത്. മാർക്ക് കൗതുകത്തോടെ ഫെന്ന് നോക്കുമ്പോൾ അവരുടെ അങ്കിൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ഇവപ്പോ എൻ്റെ അതേ ശക്തിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ ഇവൻ ഉറപ്പായും ഒരു ട്രൂ സെയിന്റായി മാറും. പക്ഷേ ട്രൂ സെയിന്റ് ആകാനുള്ള സംവിധാനങ്ങളൊന്നും ഞങ്ങളുടെ സ്പ്ലെൻഡർ കോണ്ടിനെന്റിൽ ഇല്ല. അവര് പ്ലാനറ്റിനെയാണ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുക. ഹോളി റീജിയൻ ഉൾപ്പെടെയുള്ള മേഖലയെ ഒരു കോണ്ടിനെന്റ് എന്ന് വിളിക്കും പോലെ ഇവരുടെ ആ പ്ലാനറ്റിനെ ക്ലൗഡ് സ്പ്ലെൻഡർ കോണ്ടിനെന്റ് എന്നാണ് വിളിക്കുക. ശരിക്കും മേഘങ്ങൾക്കിടയിലുള്ള ഒരു പ്രത്യേക സ്ഥലം. ആ കോണ്ടിനെന്റിൽ ആവശ്യമായ സ്പിരിച്വൽ എനർജി ഇല്ലാത്തത് കൊണ്ട് സ്പിരിച്വൽ എനർജി ലഭ്യമായ ഒരു സ്ഥലം നോക്കി അവർ ഇറങ്ങിയിരിക്കുകയാണ്. അത് മാർക്കിന് മനസ്സിലായി. മാർക്ക് അവരോട് ചോദിച്ചു, അല്ല സീനിയർ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ ഒരു ഹോളി ലാൻഡിലേക്കാണ് പോകുന്നത്. ശരിക്കും ആ ഹോളി ലാൻഡിൻ്റെ പേര് ഹെവൻലി ഒറിജിൻ കോണ്ടിനെന്റ് എന്നാണ്.
അത് കേട്ടപ്പോൾ മാർക്ക് വന്ന ആ ഹോളി റിജിനെ കുറിച്ച് ഓർമ്മ വരികയാണ്. ഹോളി റിജിന്റെ പേരുമായി ഒരു സാമ്യമുണ്ട് ആ ഹോളി ഒറിജിൻ കോണ്ടിനെന്റിന്. അങ്ങനെ തോന്നിയതും മാർക്ക് വീണ്ടും ആ സീനിയറിനോട് ചോദിച്ചു, അല്ല സീനിയർ, ഈ ഹോളി റിജിനെ കുറിച്ച് നിങ്ങൾ ആരും ഒന്നും കേട്ടിട്ടില്ലേ? അങ്ങനെ മാർക്ക് ചോദിച്ചതും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു പ്രായമുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, ഞങ്ങളുടെ ക്യുനിൻ കുടുംബത്തിൻ്റെ പുരാതന പുസ്തകങ്ങളിൽ ഞാൻ ഈ ഹോളി റിജിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അത് ഇമോർട്ടൽസിൻ്റെ സ്ഥലമാണ്. ദൈവത്തിന് തുല്യമായ ശക്തി നേടുന്ന ചക്രവർത്തിമാർ അവിടെയാണ് ഉണ്ടാവുക. അവർ ഉണ്ടായ സ്ഥലത്തേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ചെല്ലാറുണ്ട്. ആ ഹോളി റീജിയനിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജി ഏതൊരാളുടെയും കൾട്ടിവേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഹോളി റീജിയനെ കുറിച്ച് വാതോരാതെ പുകഴ്ത്തി പറയുകയാണ് ആ സീനിയർ. മാർക്ക് അയാൾ പറയുന്ന വാചകം അല്പം നേരം കേട്ടിരുന്നിട്ട് അയാളോട് ചോദിച്ചു, അല്ല അവിടേക്ക് പോകാനുള്ള കോർഡിനേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമോ? മാർക്ക്, എനിക്കത് അറിയില്ല, പക്ഷേ ഒരു സ്ഥലം എനിക്കറിയാം. അവിടെ ചെന്നാൽ അവിടെ നിന്ന് ചിലപ്പോൾ ഹോളി റീജിയനിലേക്ക് പോകാൻ പറ്റിയേക്കും. അതായത് ആ സ്ഥലം മാർക്ക്, അതാണ് ബ്ലാക്ക് പ്ലാറ്റ്ഫോം ഗാലക്സി. നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണല്ലോ ഗാലക്സി എന്ന് പറയുന്നത്. ആ ഗാലക്സിക്കകത്തുള്ള ഒരു പ്ലാനറ്റ്, അതാണ് ബ്ലാക്ക് പ്ലാറ്റ്ഫോം ഗാലക്സി. മാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ അങ്കിൾ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം ഗാലക്സി ശരിക്കും ഒരു ഇടത്താവളമാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ മേഖലയിലേക്ക് പോകാനും അവിടെ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. സകല ആളുകളും അവിടെ എത്തിയിട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുക. മാർക്കിന് അത് തികച്ചും പുതിയൊരു അറിവാണ്. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാനായി ഒരു പ്ലാനറ്റിൽ ഇഷ്ടംപോലെ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുക. ആ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് പ്ലാനറ്റിലേക്കാണോ നമ്മൾ പോകേണ്ടത് ആ പ്ലാനറ്റിലെ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം ഗാലക്സിക്ക് അധികാരികൾ ഒരുപാട് ഉണ്ടെന്നാണ്. അവരുടെ സംഭാഷണത്തിൽ നിന്ന് മാർക്കിന് അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഭക്ഷണം കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ വീണ്ടും മുറിയിലേക്ക് കടന്നു. പിറ്റേന്ന് പകൽ മാർക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആ കപ്പലിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ രസകരമായ ഒരു കാഴ്ച മാർക്ക് കണ്ടു. ആ കപ്പലിനകത്ത് ക്യൂനയും ഫെനിനും അങ്കിൾ യുവാനും വേറെ ഒരു 6-7 ആളുകളും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് മാർക്ക് കണ്ടത്. ശരിക്കും ആ 8-അംഗ ടീം ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച മാർക്കിൽ ശരിക്കും ഒരു അതിശയം ഉണ്ടാക്കി. മാർക്ക് അതിവേഗം നടന്ന് ആ കൾട്ടിവേഷൻ പ്ലേസിന് അടുത്തെത്തപ്പോൾ ആ മരം മാർക്കിന്റെ കണ്ണിൽ നന്നായിട്ട് അങ്ങ് ഉടക്കുകയാണ്. സിൽവർ നിറത്തിലുള്ള തടിയുള്ള ഒരു കൂറ്റൻ മരം. ആ കപ്പലിനകത്ത് ആ മരം പിടിച്ചു നിൽക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു ദൈവികമായ മരമെന്ന് നമുക്ക് ആ മരത്തിന് വിളിക്കാം. ആ മരത്തിന്റെ സിൽവർ തടിക്ക് ചുറ്റുമായി നേർത്ത അളവിൽ ഒരു സുവർണ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ആ തടിയുടെ മുകളിലേക്ക് ശാഖകൾ വഴി ചെറിയ ചെറിയ ബ്രാഞ്ചുകളും അതിൽ ഇലകളും ഒക്കെയായി ആ മരം അങ്ങനെ നിൽക്കുമ്പോൾ ആ എല്ലാ സ്ഥലത്തും ഒരു ചെറിയ അളവിൽ സുവർണ പ്രകാശമുണ്ട്. തടിയുടെ ഭാഗത്തെല്ലാം സിൽവർ നിറമാണ്. മാർക്ക് കൗതുകത്തോടെ ആ മരത്തിന് നോക്കിയപ്പോൾ മാർക്കിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ആ മരത്തിൽ നിന്ന് പുറത്തേക്ക് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ സ്പിരിച്വൽ എനർജികൾ ആ മരത്തിന് ചുറ്റുമായി നേർത്ത മൂടൽ മഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മൂടൽ മഞ്ഞുകളുടെ ഫലമായി ഉണ്ടായ മേഘങ്ങൾക്ക് അടിയിലായിട്ടാണ് ശരിക്കും ക്യൂനയും ഫെനിനും ബാക്കിയുള്ള ആളുകളൊക്കെ ധ്യാനത്തിലിരിക്കുന്നത്. അവര് വളരെ ശക്തമായിട്ട് ആ സ്പിരിച്വൽ എനർജി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് കൗതുകത്തോടെ ആ കാഴ്ചയിലേക്ക് അങ്ങ് നോക്കുമ്പോൾ അങ്കിൾ യുവാൻ മാർക്കിനെ കണ്ടു. യുവാൻ ക്യുനിൻ എന്ന ആ വ്യക്തി ഉടൻ മാർക്കിനടുത്തേക്ക് വന്നു. മാർക്ക്, എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ബാ, കൾട്ടിവേറ്റ് ചെയ്യാം. ഈ മരം ഞങ്ങളുടെ പൂർവികർ അങ്ങ് അകലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. മാർക്കിന് അറിയാവോ, ഇതുപോലെ 2 മരങ്ങൾ കൂടി ഞങ്ങളുടെ അധീനതയിലുണ്ട്. അത് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഫോർബിഡൻ ഏരിയയിൽ മറ്റാരും കാണാതെ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മരം വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബം ശരിക്കും രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ കുടുംബത്തിൽ ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായി വന്നതും ഈ മരം വന്നതിന് ശേഷമാണ്. ഈ മരത്തിലെ സ്പിരിച്വൽ എനർജിയാണ് ഞങ്ങളുടെ എല്ലാം നിലനിൽപ്പിന്റെ ബേസ് എന്ന് പറയുന്നു. ശരിക്കും അത് പറയുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ആവേശം ഉണ്ടാവുകയാണ്. മാർക്ക് അയാൾ പറയുന്നത് അല്പനേരം കേട്ടു നിന്നിട്ട് അയാളോട് പറഞ്ഞു, പക്ഷേ
സീനിയർ, ഒരു പ്രശ്നമുണ്ടല്ലോ നിങ്ങൾക്ക്. പ്രശ്നമോ? എന്ത് പ്രശ്നം? സീനിയർ, നിങ്ങളുടെ കൾട്ടിവേഷൻ ശരിയല്ല. ഹേയ് മാർക്ക്, നിങ്ങൾ എന്തായി പറയുന്നത്? സീനിയർ, ഞാൻ പറഞ്ഞത് ശരിയായ അർത്ഥത്തിലാണ്. നിങ്ങളുടെ കൾട്ടിവേഷന് ഒരു തകരാറുണ്ട്. നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുന്നതിന് എപ്പോഴും ഒരു അളവുണ്ട്. ആ ഫെനിൻ്റെയും ക്യൂനിയുടെയും മുഖത്തേക്ക് നോക്കി, അവരുടെ മുഖം രക്തത്തിൻ്റെ കളർ ആർജിച്ചിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ സ്പിരിച്വൽ എനർജി ഇപ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ്. ആ സ്പിരിച്വൽ എനർജിയെ ശരീരത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും അടുത്ത ലെവലിലേക്ക് കടക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറുടെ നെറ്റിയിൽ നിന്ന് അതിവേഗം ഒരു പ്രകാശം ക്യൂനയുടെ ഗ്ലാബലിലേക്ക് അയച്ചു. അങ്കിൾ യുവാൻ ക്യൂനിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ പ്രകാശം ക്യൂനയുടെ നെറ്റിയിൽ വന്ന് ഇടിക്കുകയും ചെയ്തു. ശരിക്കും ആ നിമിഷത്തിൽ ക്യൂനയും ഫെനിനും ഒക്കെ കണ്ണു തുറന്നു. അവരൊക്കെ ഈ സംഭാഷണം കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണല്ലോ. ഫെനിൻ കണ്ണു തുറന്നു മാത്രമല്ല, ദേഷ്യപ്പെട്ട് ആ മരത്തിനടുത്തുനിന്ന് ഓടി മാർക്കിനടുത്തെത്തിയാൽ മാർക്കിന്റെ ഷർട്ട് കയറി ഒരൊറ്റ പിടി. മാർക്കിനെ പിടിച്ച് ദൂരേക്ക് വലിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഫെനിൻ. ഏയ് മാർക്ക്, നീ എന്താ ചെയ്തത്? എന്റെ സഹോദരിയോട് നീ എന്താ ചെയ്തത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മാർക്കിന്റെ ഷർട്ട് പിടിച്ച് കുടുക്കിയിട്ടും മാർക്കിന് ഒരു അനക്കവുമില്ല. ഫെനിൻ പക്ഷേ 2-3 സ്റ്റെപ്പ് പുറകോട്ട് മാറുകയും ചെയ്തു. അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനൊരു സെമി സെയിൻ്റാണ്. റിവേഷൻ ഔട്ട് സ്റ്റേജിലുള്ള മാർക്ക് ഊജിയെ വളരെ അനായാസമായിട്ട് അയാൾക്ക് എടുത്തെറിയാൻ പറ്റേണ്ടതാണ്. പക്ഷെ മാർക്ക് ഊജി അനങ്ങുന്നില്ല. ഫെനിന്റെ അമ്പരപ്പ് ശ്രദ്ധിക്കാതെ മാർക്കിനടുത്തേക്ക് വന്ന ക്യൂനോടായി മാർക്ക് പറഞ്ഞു, ക്യൂന, ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് വളരെ പ്രയാസപ്പെട്ട് നേടിയ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നീ നിന്റെ ബോഡിക്കുള്ളിൽ കടന്നിരിക്കുന്ന സ്പിരിച്വൽ എനർജി സർക്കുലേറ്റ് ചെയ്താൽ നിനക്ക് ഉയരങ്ങളിലേക്ക് വളരാൻ പറ്റും. അത് കേട്ടതും ഫെനിൻ പറഞ്ഞു, ഏയ് ക്യൂന, ഇയാള് പറയുന്നൊന്നും ശ്രദ്ധിക്കരുത്. ഇയാള് നമ്മുടെ ഫൗണ്ടേഷൻ തകർക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് അതും ചെയ്യിപ്പിക്കുന്നതാണ്. ഇയാള് ശരിക്കും ഒരു ചാരനായിരിക്കും. ഫെനിന്റെ ആ ഡയലോഗ് കേട്ടതും മാർക്ക് ഫെല്ലർ അത് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞ് അങ്കിൾ യുവാനോട് പറഞ്ഞു, സീനിയർ, ഞാൻ നിങ്ങൾക്ക് മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ അത് ഉപയോഗിച്ചില്ല എന്ന് കരുതി എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അയാളുടെ മുറിയിലേക്ക് പോയി. മാർക്ക് മുറിയിൽ കടന്നാലുടൻ മാർക്ക് മുറി അങ്ങ് സീൽ ചെയ്യും. പുറത്തുള്ള ആർക്കും അകത്തേക്ക് നോക്കാനോ കാണാനോ കഴിയാത്ത ശൈലിയിൽ മാർക്ക് അതങ്ങ് സീൽ ചെയ്യാണ് പതിവ്. മാർക്കിപ്പോ ഒരു ട്രൂ സെയിന്റ് ആണ്. മാർക്കിന്റെ ഉള്ളിൽ ശരിക്കും ട്രൂ സെയിന്റിന്റെ ശക്തി ഉണ്ട്. മാർക്കിന്റെ മനസ്സിൽ പലതരം ചിന്തകൾ വരികയാണ്. എത്രയും പെട്ടെന്ന് മാർക്കിന് അവിടെ ഹോളി റീജിയനിലും മടങ്ങിയെത്തണം. മാർക്കിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം ഒരു 60 വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ഹോളി റീജിയനിൽ മടങ്ങിയെത്തിയില്ലെങ്കിൽ എമിലിയെ നേടാനുള്ള മാർക്കിന്റെ അവസരം അവസാനിക്കും. മാർക്ക് ഭൂമിയിൽ നിന്ന് ഹോളി റീജിയനിലേക്ക് വന്നത് തന്നെ എമിലിക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഹോളി റീജിയനിൽ നിന്ന് ഒരുപാട് ദൂരെ ഏതോ ഒരു സ്ഥലത്താണ് മാർക്ക് ഫെല്ലർ. ശൂന്യാകാശത്തിലൂടെ പായുന്ന ഒരു കപ്പലിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ പല മുഖങ്ങളും കടന്നു വരികയാണ്. ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്തുക്കളും അതുപോലെ ആ ഹോളി റീജിയനിൽ വന്നതിന് ശേഷം മാർക്ക് കണ്ട ആളുകളൊക്കെ മാർക്കിന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ മുഖങ്ങളാണ് മാർക്കിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ശ്രീറാമും ശ്രീഹരിയും ഒക്കെ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നു. അതുപോലെ ഡീൻലിയും ജൂവും ചാങ്മാങ്ങും അങ്ങനെ തുടങ്ങി പലരും. എമിലി ബ്ലാക്കുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളൊക്കെ മാർക്കിന്റെ മനസ്സിലുണ്ട്. പൗലിയൻ മാസ്റ്ററും യാവും എങ്ങും ഒക്കെ കടന്നു വരികയാണ്. മാർക്ക് ആ ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഷൈന്റെ മുഖവും മാർക്കിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഷൈനും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ഒരു ഫൈറ്റ് അനിവാര്യമാണ്. അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, അത് മാത്രമാണ് തീരുമാനിക്കാനുള്ളത്. മാർക്കിന് ഷൈന്റെ ഒരു ക്യാരക്ടർ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അവൻ മാർക്കുമായി എതിരിട്ട് വിജയിച്ചതിന് ശേഷമേ എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കത്തുള്ളൂ. അത് മാർക്കിനുള്ള ഒരു ചാൻസാണ്. മാർക്ക് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കപ്പലൊന്ന് കുലുങ്ങി. ശരിക്കും ആ കപ്പലിൽ ആരോ ഒരു അറ്റാക്ക് നടത്തിയതുപോലെ ഒരു തോന്നലാണ് മാർക്കിന് ഉണ്ടായത്. മാർക്ക് ഉടൻ തന്നെ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്ത് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ മാർക്ക് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. മറ്റൊരു കൂറ്റൻ കപ്പൽ ഈ ക്യൂനൻ കുടുംബത്തിന്റെ കപ്പലിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ കപ്പലിന്റെ ഡെക്കിലായി ഒരു നല്ല മസിലുള്ള ഒരാൾ നിൽപ്പുണ്ട്.
അയാളുടെ ഇടതും വലതുമായി കുറെ ജീവികളാണ്. ശരിക്കും ഡീമനുകൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകളെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. അവിടെ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് മാർക്ക് കണ്ടിട്ടുള്ളത് പോലുള്ള അതിശക്തരായ മൃഗങ്ങളുടെ ഒരു ശൃംഖല തന്നെ അവിടെ ഉണ്ടെന്ന് പറയാം. 1 ഡസൻ ഡീമനുകൾ. അതിനകത്ത് സിംഹവും കരടിയും പുലിയൊക്കെ ഉണ്ട്. അവയുടെ ആ ഓറ, അവയുടെ ശക്തി വിളിച്ചു പറയുന്നുണ്ട്. ഇടതും വലതുമായി നിൽക്കുന്ന ആ 1 ഡസൻ ഡീമനുകളുടെ നടുക്ക് നിൽക്കുന്ന ആ മസിൽമാൻ 2 കൈകളും പുറകിൽ കെട്ടി മുൻഭാഗത്ത് കാണുന്ന ക്യുനൻ കുടുംബത്തിന്റെ ആ കപ്പലിലെ സീനിയറോട് പറഞ്ഞു, ഏയ്, നിങ്ങളുടെ ആ ഗ്രീൻ സ്പിരിറ്റ് ട്രീക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ വരെ വന്നത്. ആ കപ്പലിന് ആവശ്യമായ ഊർജം കൊടുക്കുന്ന, ആ കപ്പലിലെ എല്ലാവർക്കും ആവശ്യമായ കൾട്ടിവേഷൻ ഊർജം നൽകുന്ന ആ ഗ്രീൻ സ്പിരിറ്റ് ട്രീ, അതാണ് അവരുടെ ലക്ഷ്യം. ശരിക്കും ആ മസിൽമാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്കിൾ യുവാനും കൂടെയുള്ള ആളുകളൊക്കെ ഒന്ന് വിരണ്ടു. പക്ഷേ ആ നിമിഷത്തിലാണ് ഫെനിൻ മുന്നോട്ട് ചാടിക്കയറിയത്. ഏയ്, നീ ആരോടെന്ന് വിചാരിച്ചാ കളിക്കുന്നത്? നിന്നേക്കപ്പോഴുള്ള ആളുകളെ നേരിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും വരെ എത്തിയത്. അങ്ങനെ ഫെനിൻ പറഞ്ഞതും ആ മനുഷ്യൻ വളരെ കാഷ്വലായിട്ട് കൈയൊന്ന് അനക്കിയതേ ഉള്ളൂ. ഒരു പ്രകാശം അതിവേഗം അയാളുടെ കയ്യിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ഇപ്പുറത്തെ കപ്പലിൽ നിൽക്കുന്ന ഫെനിന്റെ പുറത്തിടിച്ചു. ഫെനിൻ ഒത്തിരി ദൂരേക്ക് തെറിച്ചു. ശരിക്കും തെറിച്ചു വീണ ഫെനിന് എണീക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്. ആ കാഴ്ച കണ്ടതും ക്യൂന ഓടി ഫെനിന്റെ അടുത്തെത്തി ഫെനിനെ പിടിച്ചെണീപ്പിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഈ കാഴ്ചകളൊക്കെ മാർക്കിന്റെ ഡിവൈൻ സെൻസിലൂടെ കാണുന്നുണ്ട്. അങ്കിൾ യുവാൻ തെറിച്ചു വീണ ഫെനിനെയും അവനെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്ന അവന്റെ സഹോദരി ക്യൂനെ നോക്കിയിട്ട് ആ മനുഷ്യരോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് ആ ട്രീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏയ്, നിങ്ങളോട് ആ ട്രീ ചോദിച്ച ഞാനിപ്പോ കുറ്റക്കാരനായാലും നിങ്ങളെ മുഴുവൻ പേരെ കൊന്നൊടുക്കിയിട്ട് ആ ട്രീ സ്വന്തമാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല ഞാനത് ചെയ്യാത്തത്. നിങ്ങളുടെ ജീവൻ എടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പുറകോട്ടേക്ക് മാറി. ആ നിമിഷത്തിൽ അയാൾ അറ്റാക്കിനുള്ള അനുവാദം ആ ഡീമൺ ബീസ്റ്റുകൾക്ക് കൊടുത്തു എന്ന് വ്യക്തം. പെട്ടെന്ന് ആ ഡീമൺ ബീസ്റ്റുകളുടെ ബോഡി ഒന്ന് തിളങ്ങി. ശരിക്കും അവരൊക്കെ ചാർജ് ചെയ്യുകയാണ്. ആ 12 ശക്തരായ ആ മൃഗങ്ങളും അവിടെ ഓറ റിലീസ് ചെയ്തതും ഒരു വൻ പ്രഷർ ആ കപ്പലിൽ നിന്ന് ഇപ്പുറത്തെ യുവാന്റെ കപ്പലിലേക്ക് സംക്രമിച്ചെത്തുന്നത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഭയം ആ കപ്പലിനകത്തുള്ള എല്ലാവർക്കും ഉണ്ട്. യുവാൻ ആകെ ഭയന്നതുപോലെയായി. ആ നിമിഷത്തിൽ എണീറ്റ് കഴിയുന്ന ഫെനിനും യുവാനും ചേർന്ന് എതിരെയുള്ള കപ്പലിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ട്രീ തരാം, ട്രീ തരാം. പക്ഷെ അതിന് മറുപടി പറയാതെ ആ മനുഷ്യൻ അയാളുടെ കൈ ഒന്ന് അനക്കി. അത് ഒരു സിഗ്നലാണ്. ആ മൃഗങ്ങളെല്ലാം കൂടി ഒന്നിച്ച് പെട്ടെന്ന് അവിടെ ഓറ റിലീസ് ചെയ്തു. അതിശക്തമായ ഒരു ഓറ ആ കറുത്ത കപ്പലിൽ നിന്ന് യുവാന്റെ ആ കപ്പൽ നേരെ പാഞ്ഞു വന്നു. ആ കപ്പലുകൾ വളരെ ചേർന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വൻ പ്രഷർ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഭയന്ന് വിറച്ചു പോവുകയാണ് യുവാനും കൂടെയുള്ള മുഴുവൻ ആളുകളും. ശരിക്കും ആ ഓറ അവരുടെ തൊട്ടടുത്തെത്തിയപ്പോൾ ഫെനിൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു സ്മെല്ല് ചുറ്റും വ്യാപിച്ചു തുടങ്ങി. ഫെനിൻ ആ നിമിഷത്തിൽ ഭയന്ന് മൂത്രം ഒഴിച്ചു പോയതാണ്. ശരിക്കും അവൻ ഇതുവരെ എതിരിട്ടുള്ള ആളുകളോ ജീവികളോ അല്ല ഇപ്പോൾ അവനെ എതിരിടുന്നത്. ആ ക്യുനൻ ഫാമിലിയുടെ ആ കപ്പലിലെ മുഴുവൻ ആളുകളും തങ്ങളുടെ ലൈഫ് അവസാനിച്ചു എന്ന് കരുതി ഒന്നും ചെയ്യാനാവാതെ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ അവർ ഓരോരുത്തരും കണ്ണു തുറന്നപ്പോൾ അവർ ആ കാഴ്ച കണ്ടു. ആ മൃഗങ്ങൾ അവർക്ക് നേരെ തൊടുത്ത ആ ഓറ തകർക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കൊരു പിടിയില്ല. അവർ അമ്പരപ്പോട് നോക്കുമ്പോൾ മാർക്ക് ഊജി അയാളുടെ മുറിയിൽ നിന്ന് നടന്ന് അവർക്കിടയിലേക്ക് വരുന്നതാണ് അവർ കണ്ടത്. മാർക്ക് ഊജിയെ കണ്ട അങ്കിൾ യുവാൻ അമ്പരപ്പോടെ മാർക്ക് ഊജിയെ നോക്കുമ്പോൾ മാർക്ക് ഊജി എന്ന മാർക്ക് ഫെല്ലർ ആ മസിൽമാനോട് ചോദിച്ചു, ഏയ്, നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ശരിക്കും ആ മനുഷ്യൻ മാർക്കിനെ കാണുന്നത് തന്നെ. അയാളും എന്താണ് സംഭവിച്ചതെന്നറിയാതെ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ആ 12 മൃഗങ്ങളും ഒന്നിച്ച് അവിടെ ഓറ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനകത്തുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെടും. പിന്നെ ആ കപ്പൽ പിടിച്ചെടുക്കുക, അവർക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ കൊള്ളയടിക്കുക. അത് മാത്രമാണ് ബാലൻസ് ഉണ്ടാകുന്ന കാര്യം. അത് എങ്ങനെ എപ്പോൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് ആ മസിൽമാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ശബ്ദം കേട്ടത്. അയാൾ പെട്ടെന്ന് കൗതുകത്തോടെ മാർക്കിനെ നോക്കി. ഏയ്, ആരാ നീ? അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ്, നിനക്ക് ഞാൻ പറഞ്ഞതും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാം. നിന്റെ ഈ കപ്പൽ എനിക്ക് വിട്ടു നൽകിയാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വെറുതെ വിടാം. മാർക്കിന്റെ ആ സ്റ്റേറ്റ്മെന്റ് രണ്ട് കപ്പലിലുമുള്ള ആളുകൾക്ക് ശരിക്കും ഒരു അമ്പരപ്പ് തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. അങ്കിൾ യുവാന്റെ കൂടെയുള്ള ആളുകളൊക്കെ വല്ലാത്തൊരു അതിശയത്തോടെയാണ് മാർക്കിന്റെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടത്. മാർക്ക് ഒരു റിവേഷൻ ഔട്ട്സേജുകാരനാണെന്ന് അവർ ഏകദേശം ധരിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു ട്രൂ സെയിന്റുമാണ്. ആ ട്രൂ സെയിന്റിനെ നോക്കിയിട്ടാണ് മാർക്ക് ഊജി ആ ഡയലോഗ് പറഞ്ഞത്. മാർക്ക് പറഞ്ഞ ഡയലോഗ് കേട്ട ആ തടിയൻ ഒന്ന് ചിരിച്ചു. അയാള് ചിരിച്ചിട്ട് മാർക്കിന് തീരെ അവഗണിച്ചുകൊണ്ട് ആ മൃഗങ്ങൾക്ക് നേരെ നോക്കി ഒന്ന് കൈയൊന്ന് ഞൊടിച്ചു. ശരിക്കും ആക്ഷനുള്ള ഒരു നിർദ്ദേശമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. തന്നെ പൂർണ്ണമായും അയാൾ അവഗണിച്ചത് മാർക്കിന് മനസ്സിലായി. നമ്മളെ പൂർണ്ണമായും ആരെങ്കിലും അവഗണിക്കുകയാണെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ: പ്യൂർ പവർ, ശക്തി പ്രകടിപ്പിക്കുക. അത് തന്നെ മാർക്ക് ചെയ്തു. മാർക്കിന്റെ കൈ ജസ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ മാർക്കിന്റെ കൈയിലൂടെ തീപ്പൊരികൾ അങ്ങനെ ചിതറുകയാണ്. തീപ്പൊരികൾ ചിതറിയ ആ നിമിഷത്തിൽ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. മാർക്കിന്റെ മുന്നിൽ മറ്റേ കപ്പലിൽ ഉണ്ടായിരുന്ന ആ 12 ഡീമൺ ബീസ്റ്റുകളെയും ഇപ്പോൾ കാണാനില്ല. ആ ഡീമൺ ബീസ്റ്റുകളിൽ നിന്ന് ഏകദേശം ഒരു 10-12 അടി പുറകിലാണ് ആ മസിൽമാൻ നിൽക്കുന്നത്. അയാളും ആ കാഴ്ച കണ്ടു. അയാളുടെ മുന്നിലുണ്ടായിരുന്ന ആ 12 ഡീമൺ ബീസ്റ്റുകളും ഇപ്പം ഇല്ല. ശരിക്കും അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. അയാൾ മാർക്കിന്റെ കൈയനക്കം ശ്രദ്ധിച്ചിരുന്നതേയില്ല. മാർക്കിനെ അയാൾ കാര്യമായി കരുതിയിരുന്നില്ല എന്നാണ് സത്യം. ആ ഡീമൺ ബീസ്റ്റുകൾ അപ്രത്യക്ഷമായതിന്റെ കാരണം അയാൾക്ക് കൊണ്ട് മനസ്സിലാകത്തോണ്ട് അയാൾ കണ്ണ് രണ്ടും തിരുമിയിട്ട് ആ ഡീമൺ ബീസ്റ്റുകൾ നിന്ന സ്ഥലവും മാർക്ക് ഫെല്ലർ നിൽക്കുന്ന കപ്പലും നോക്കിയിട്ട് അയാൾ ഉറക്കെ ചോദിച്ചു, ഏയ്, ഇവിടെ ഉണ്ടെന്ന ബീസ്റ്റുകളോടെ പോയി? അത് കേട്ടതും മാർക്ക് ഫെല്ലർ അയാളോട് ചോദിച്ചു, ഇടോ, തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്നെയും കൂടെയുള്ള ആളുകളെയും കൊല്ലാതെ വിടണമെങ്കിൽ ആ കപ്പൽ എനിക്ക് വിട്ടുതരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ആ നിമിഷത്തിലാണ് ആ തടിയന് കഥ മനസ്സിലാവുന്നത്. അവൻ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീയാണോ എൻ്റെ ഡീമൺ ബീസ്റ്റുകൾ നേരിട്ടത്? അങ്ങനെ ചോദിച്ച അയാൾ പെട്ടെന്ന് കൈയൊന്ന് ഉയർത്തിയതും അയാളുടെ ഇരു കൈകളിലുമായി 2 ആക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ ആക്സുകൾ അയാളുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടതും മാർക്കിന്റെ പുറകിൽ നിൽക്കുന്ന അങ്കിൾ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് അതിശക്തമായ ഡിവൈൻ ആയുധമാണ്. മാർക്ക്, ശ്രദ്ധിക്കണേ. മാർക്ക് ഊജിയിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഈ സെക്കൻഡുകൾക്കിടയിൽ അങ്കിൾ യുവാന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അങ്കിൾ യുവാൻ മാർക്കിനോട് ആ കാര്യം പറഞ്ഞത്. മാർക്ക് അതിന് മറുപടി പറയാൻ നിന്നതും ആ ആക്സിൽ കയ്യിലുള്ള ആള് പെട്ടെന്ന് ആ ആക്സിഡന്റും ആകാശത്ത് ഒന്ന് ക്രോസിന് വരച്ചു. അയാൾ ആ 2 ആക്സിൻ ക്രോസിന് വരച്ചതും ആ ക്രോസ് ജോയിൻ ചെയ്ത ഭാഗത്തുനിന്ന് ശക്തമായ ഒരു തീപ്പൊരി ജനറേറ്റ് ചെയ്യപ്പെടുകയും ആ തീപ്പൊരി ഒരു ലൈനിൽ അതിവേഗതയിൽ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയും ചെയ്തു. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആ മസിൽമാൻ നടത്തിയെന്നർത്ഥം. ആ തീപ്പൊരി നേർരേഖയിൽ മാർക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും അങ്കിൾ യുവാൻ ഉറക്കെ വിളിച്ചു, ഞങ്ങൾ ഇതെല്ലാം വിട്ടുതരാം, പ്ലീസ് പ്ലീസ്. അങ്ങനെ അങ്കിൾ യുവാൻ പറയുമ്പോൾ ക്യൂനെയും ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്ലീസ്, അദ്ദേഹത്തെ വെറുതെ വിടണേ, പ്ലീസ്. അത് കണ്ട ആ മനുഷ്യൻ, ആ മസിൽമാൻ ഉറക്കെ അങ്കിൾ യുവാനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ എൻ്റെ കണ്ടീഷൻ ഒന്ന് പരിഷ്കരിക്കാം. തൽക്കാലം ആ പെൺകുട്ടിയെ എൻ്റെ മുറിയിലേക്ക് ഒന്ന് അയക്കി, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്ന്. അയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ നേരത്തെ മാർക്ക് നേരെ തൊടുത്തുവിട്ട പ്രകാശം മാർക്കിന്റെ പുറത്ത് തട്ടിക്കഴിഞ്ഞിരുന്നു. അത് തട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും
മാർക്ക് ഫെല്ലർ ഒരു ഓർമ്മ മാത്രമായി മാറുമെന്ന് ആ മസിൽമാൻ അറിയാം. അതുകൊണ്ട് തന്നെ മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് അയാൾ നോക്കുന്നതേയില്ല. അയാൾ ഇതുപോലുള്ള ഒരുപാട് ആളുകളെ കാണുന്നതല്ലേ. തന്നെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്ന ആ മസിൽമാനെ കണ്ട മാർക്ക് ഉറക്കെ ചോദിച്ചു, ഏയ് നിനക്ക് ഇത്ര അഹങ്കാരമോ? മാർക്ക് നിന്ന ഭാഗത്തുനിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടതും ആ മസിൽമാൻ ഇപ്രാവശ്യം ശരിക്കും ഞെട്ടി. അവൻ തിരിഞ്ഞ് മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. സാധാരണഗതിയിൽ അവന്റെ ആക്സ് കൊണ്ടുള്ള ആ അറ്റാക്കിൽ അവൻ ജനറേറ്റ് ചെയ്യുന്ന ആ തീപ്പൊരി നേർരേഖയിലൂടെ അയച്ചാൽ അത് ചെന്ന് പതിക്കുന്നിടം പിന്നെ ഉണ്ടാകത്തില്ല. മാർക്കിന്റെ നെഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അയാൾ ആ തീപ്പൊരി അയച്ചത്. അവിടെ ആ മാർക്ക് അവസാനിക്കേണ്ടതാണ്. അത് സംഭവിച്ചില്ല എന്ന യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും അയാളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മാർക്കിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന് കണ്ട ആ മനുഷ്യൻ പെട്ടെന്ന് പിന്നെയും ആക്സുകൾ വലിച്ചെടുത്തു. അയാളുടെ ആ ആക്സ് വലിച്ചെടുപ്പ് കണ്ടതും മാർക്ക് ഫെല്ലർ കൈ ഒന്ന് നിവർത്തി ഒരൊറ്റ ഇടി. ശരിക്കും മാർക്ക് നിൽക്കുന്ന കപ്പലും അയാൾ നിൽക്കുന്ന കപ്പലും തമ്മിൽ ഒരു നിശ്ചിത അകലമുണ്ട്. ആ നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ അവിടെ ആ ശൂന്യാകാശത്ത് വെറുതെ ആഞ്ഞൊന്നിടിച്ചത്. മാർക്കിന്റെ അതിശക്തമായ പഞ്ച് ആ ശൂന്യതയിലൂടെ ശരിക്കും ഒരു പ്രകാശം സൃഷ്ടിച്ചുകൊണ്ട് ആ മസിൽമാന്റെ നേരെ പാഞ്ഞു ചെന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആ കപ്പലിനകത്തുള്ള ആളുകൾക്കോ ഇപ്പുറത്തുള്ള ആളുകൾക്കോ മനസ്സിലായില്ല എന്നതാണ് സത്യം. അവിടെ നിന്ന് ആ മസിൽമാനെ കാണാനില്ല. അയാൾ ശരിക്കും അപ്രത്യക്ഷമായിരിക്കുകയാണ്. മാർക്കിന്റെ ഒറ്റ ഇടിയിൽ അയാൾ തവിട് പൊടിയായി മാറിയിരിക്കുകയാണ്. ആ ഇടി മാർക്കിനെയും ഒന്ന് അതിശയിപ്പിച്ചു. ഏകദേശം 60 വർഷത്തെ മാർക്കിന്റെ ദേഷ്യം മുഴുവൻ ആ ഒരൊറ്റ ഇടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. മാർക്ക് ഫെല്ലർക്ക് ആ ഇടി ഉണ്ടാക്കിയ ഇഫക്റ്റ് ഒരു വല്ലാത്ത സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഷീ കുടുംബത്തിന്റെ ആ സർവശക്തനായ ട്രൂ സെയിന്റ് ലീമാനെ വേണമെങ്കിൽ തനിക്കിപ്പോ നേരിടാൻ പറ്റും. അങ്ങനെ ഒരു ഫീലാണ് പെട്ടെന്ന് മാർക്കിന് ഉണ്ടായത്. ഷൈൻ തനിക്കിനി ഒരു പ്രശ്നമേ അല്ല. ആ ഇടി ശരിക്കും ആ കപ്പലിൽ ആ മസിൽമാന്റെ പുറകിലുണ്ടായിരുന്ന 2 ആളുകളെയും അപ്രത്യക്ഷമാക്കി. ആ കപ്പലിനകത്ത് തികഞ്ഞ നിശബ്ദതയാണ്. അതേ നിശബ്ദത ഇപ്പുറത്ത് ആ ക്യൂനൻ കുടുംബത്തിന്റെ കപ്പലിനകത്തുമുണ്ട്. മാർക്ക് ഫെല്ലർ തിരിഞ്ഞ് അങ്കിൾ യുവാനെ നോക്കുമ്പോൾ അങ്കിൾ യുവാനും ക്യൂനയും ഫെനിനും ഒക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഫെനിൻ മാർക്കിനെ ചൊടിപ്പിക്കാനായി പല ഡയലോഗുകളും പലപ്പോഴും പറഞ്ഞതാണ്. സകലരും ഞെട്ടി നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത അങ്കിൾ യുവാൻ മാർക്കിനോട് പറഞ്ഞു, ഹേ മാർക്ക്, അത് അപകടമാവുമല്ലോ. മാർക്ക്, അത് സ്കെലിറ്റൻ ഗാങ്ങിന്റെ കപ്പലാണ്. അവര് ശരിക്കും കൊള്ളക്കാരാണ്. ഈ മേഖലയിൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു കൊള്ളസംഘമാണ് ആ സ്കെലിറ്റൻ ഗാങ്. അവരുടെ ഒരു ലീഡറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെന്തായാലും തിരിച്ചടിക്കും. ആ കപ്പലിനകത്ത് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട്. വീഡിയോ ആയിട്ടും ശബ്ദമായിട്ടും ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവരുടെ കണക്റ്റഡ് സംവിധാനങ്ങളിൽ ഉറപ്പായി എത്തും. ശരിക്കും ഒരു ആധുനിക ടെക്നോളജി ആ കപ്പലിനകത്ത് ഉപയോഗിക്കപ്പെടുകയാണ്. അക്കാര്യം അങ്കിൾ യുവാന് നന്നായിട്ട് അറിയാം. അങ്കിൾ യുവാൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അങ്കിൾ യുവാനോടായി പറഞ്ഞു, ഓക്കെ, ഞാനിനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി എൻ്റെ യാത്ര ആ കപ്പലിലാണ്. അങ്കിൾ യുവാനോട് അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് തിരിഞ്ഞ് ക്യൂനെ നോക്കി. ക്യൂന, ഞാൻ നിനക്ക് മെർലിൻ സർക്കുലേഷൻ ടെക്നിക്ക് നൽകിയിട്ടുണ്ട്. അത് നീ ഉപയോഗിച്ചാൽ നിനക്ക് നിന്റെ സ്പിരിച്വൽ എനർജി ചാനലൈസ് ചെയ്യാൻ പറ്റും. നിനക്ക് ബ്രേക്ക് ത്രൂകൾ പിന്നെ എളുപ്പമാകും. ഈ സമയത്ത് നിശബ്ദനായി നിൽക്കുകയാണ് ഫെനിൻ. ഫെനിനെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഫെനിന്റെ ഷോൾഡറിലും തട്ടി. ഓക്കെ ഫെനിൻ, നമുക്ക് പിന്നെ കാണാം. അങ്ങനെ പറഞ്ഞ് മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പ്. അടുത്ത നിമിഷം മാർക്ക് ആ സ്കെലിറ്റൻ ഗാങ്ങിന്റെ കപ്പലിലെത്തി. ആ സ്കെലിറ്റൻ ഗാങ്ങിന്റെ കപ്പലിൽ ഇപ്പോൾ ഒരു 4-5 ആളുകളുണ്ട്. അതിന്റെ ഒരു ലീഡർ മാർക്കിനെ കണ്ടതും തൊഴുതു. ബാക്കി എല്ലാവരും തൊഴുതു നിൽക്കുകയാണ്. അയാൾ മാർക്കിനെ കണ്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ പോകണം. ഇവർ ലോട്ട് അതിനെക്കുറിച്ച് സമയമെടുക്കുമെന്ന് വെച്ചാൽ ഇവർ ലോട്ട് ഇപ്പോൾ ഈ കപ്പൽ ഡാമേജ് ആയിരിക്കുകയാണ്. കപ്പലിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കുറച്ച് സമയം വേണം. എത്ര സമയം വേണം? ഇവർ ലോട്ട് അതിനൊരു 6 മാസമെങ്കിലും സമയം വേണം. 6 മാസം വേണം. അത്രയും സമയം എന്തായാലും ഇനി നീ ജീവിച്ചിരുന്നോണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ മാർക്ക് കൈ ഉയർത്തൊരൊറ്റയാടി. ആ കക്ഷിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ അയാൾ അവിടെ അങ്ങ് അവസാനിച്ചു. മാർക്ക് ഒരു ട്രൂ സെയിന്റ് ആണ്. ട്രൂ സെയിന്റായ മാർക്കിന്റെ താഴെ വരുന്ന ആളുകളുടെ ഡിവൈൻ സെൻസ് വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമാണ്. അവൻ മനസ്സിൽ കണക്കുകൂട്ടിയത് മാർക്ക് കണ്ടിരുന്നു. അവൻ ആ കപ്പലിൽ നിന്ന് സിഗ്നലുകൾ സ്കെലിറ്റൻ ഗാങ്ങിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് അയച്ചിരുന്നു.
അവര് റീഇൻഫോഴ്സ്മെന്റുമായി അവിടേക്ക് വരും. അവർ വരാൻ വേണ്ടി ആ കപ്പൽ മനഃപൂർവ്വം അവിടെ പിടിച്ചു നിർത്താനാണ് അവൻ ശ്രമിച്ചത്. അത് മാർക്കിന് മനസ്സിലായി. മാർക്ക് ഭയന്ന് നിൽക്കുന്ന ബാക്കിയുള്ള ആളുകൾ നോക്കിയതും അവരുടെ കൂട്ടത്തിലെ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, യുവർ ലോർഡ്, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഇപ്പം തന്നെ ബ്ലാക്ക് കോണ്ടിനെന്റിലേക്ക് തിരിക്കാം. ഓക്കെ, ബ്ലാക്ക് കോണ്ടിനെന്റിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? യുവർ ലോർഡ്, ഒരു 6 മാസം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കോണ്ടിനെന്റിലേക്ക് തിരിക്കാം. ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ആ കോണ്ടിനെന്റിലേക്ക് മാർക്കിന്റെ ആ വാഹനം അതിവേഗം പാഞ്ഞു തുടങ്ങി. ഈ സമയത്ത് ക്യൂനൻ കുടുംബത്തിന്റെ വാഹനത്തിൽ ഒരു ചെറിയ തർക്കം നടക്കുകയാണ്. ക്യൂന അങ്കിൾ യുവാനോട് പറഞ്ഞു, അങ്കിൾ, മാർക്ക് ശരിക്കും പ്രശ്നത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അത് കേട്ടതും ഫെനിൻ പറഞ്ഞു, അതിനെന്താ, അയാൾ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ, അയാൾ തന്നെ പരിഹരിക്കട്ടെ. ഏയ് ബ്രദർ, അങ്ങനെയാണോ പറയേണ്ടത്? ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവൻ മാർക്ക് കാരണമല്ലേ രക്ഷപ്പെട്ടത്? ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കൊല്ലപ്പെട്ടനെ. ആ ഭാഗത്ത് ആ തർക്കം ഇങ്ങനെ നടക്കുമ്പോൾ മാർക്കിന്റെ വാഹനം അതിവേഗം പായുകയാണ്. 6 മാസം മാർക്കിന് സമയമുണ്ട്. മാർക്ക് ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് പതുക്കെ കൾട്ടിവേഷൻ ആരംഭിച്ചു. സ്പിരിച്വൽ എനർജി ക്യൂനൻ കുടുംബത്തിന്റെ ആ കപ്പലിലുള്ളതുപോലെ ശക്തമല്ല ഈ കപ്പലിൽ. അവിടെ ആ മരമാണ് ആ ഊർജത്തിൻ്റെ സോഴ്സ്. ഇവിടെ അങ്ങനെയുള്ള മരമൊന്നും ഇല്ലല്ലോ. മാർക്ക് ഫെല്ലർ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് സമയം അതിവേഗം പോവുകയാണ്. ഏകദേശം ഒരു 6 മാസമായതും അവരുടെ കപ്പൽ ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിലെത്തി. ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ ആ കപ്പൽ ലാൻഡ് ചെയ്തതും അനവധി ആളുകൾ ആ കപ്പലിന്റെ ഭാഗത്തേക്ക് വന്നു. കപ്പലിൽ നിന്ന് ആദ്യം ചാടി ഇറങ്ങിയത് മാർക്കിനോട് ആദ്യം സംസാരിച്ച വ്യക്തിയാണ്. അയാൾ ഓടി വരുന്ന ആളോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ഇയാൾ നമ്മുടെ കപ്പൽ പിടിച്ചെടുത്തു, നമ്മുടെ ലീഡറിനെ കൊന്നു, ഇയാൾ വെറുതെ വിടരുത്. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കപ്പലിൽ നിന്ന് ശരിക്കും ചാടി തറയിലിറങ്ങി ഉറക്കെ വിളിച്ചു പോവുകയാണ്. അയാളുടെ ശബ്ദം കേട്ടതും ആ കപ്പൽ നിന്ന ഭാഗത്തുള്ള ഒത്തിരി ആളുകൾ അവിടേക്ക് വന്നു. അവിടെ മുന്നിൽ യങ് മാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളാണ് ഉള്ളത്. ആ യങ് മാസ്റ്റർ എന്ന് വിളിക്കപ്പെട്ട ആള് പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. ഏയ്, ആരാ നീ? നീ സ്കെലിറ്റൻ ഗാങ്ങിലെ ആളുകളെ നേരിട്ടിരിക്കുന്നു. അതിനുള്ള ധൈര്യം നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ യങ് മാസ്റ്റർ ലിങ്കൻ ചെങ് മാർക്കിനെ നോക്കി ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ ബോഡിയിലേക്ക് ശരിക്കും അതിശക്തമായി അയാൾ പഞ്ച് ചെയ്യാമെന്ന് പറയാം. ആ കപ്പലിൽ നിന്ന് സ്റ്റെപ്പിൽ ഇറങ്ങി മാർക്ക് താഴെ എത്തി തറയിലേക്ക് കാല് വെച്ച് ആ നിമിഷത്തിലാണ് മാർക്കിനടുത്തേക്ക് പാഞ്ഞു വന്ന ആ ചെങ്ങ് മാർക്കിനെ ആഞ്ഞു നിടിച്ചത്. ആ ഇടി മാർക്കിന്റെ ബോഡിയിൽ പതിച്ചതും യങ് മാസ്റ്റർ ലിങ്കൻ ചെങ്ങ് ശരിക്കും പുറകോട്ടങ്ങ് മാറി. ലിങ്കൻ കുടുംബത്തിന്റെ ആ യങ് മാസ്റ്റർ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് തെറിച്ചപ്പോൾ അയാൾക്കൊപ്പം ഓടി വരികയായിരുന്ന ബാക്കി ആളുകളൊക്കെ അവിടെ നിന്നു. യങ് മാസ്റ്റർ ലിങ്കൻ സിംഗ് അതിശക്തനാണ്. അയാളുടെ ആ പഞ്ചിനെ നേരിടാനുള്ള കപ്പാസിറ്റി ആ വന്ന ആളുകൾക്ക് ഉണ്ടെന്നുള്ളത് അവർക്ക് ശരിക്കൊരു അതിശയമാണ് ഉണ്ടാക്കിയത്. തെറിച്ചു വീണ യങ് മാസ്റ്റർ ചെങ് ചാടി എണീറ്റു. അയാൾ ചുറ്റും ഒന്ന് നോക്കുമ്പോൾ പല മേഖലയിൽ നിന്നായി ആളുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. ആ ആളുകൾ നോക്കിയിട്ട് അയാൾ ഉറക്കെ പറഞ്ഞു, ഇവരെ വെറുതെ വിടരുത്. മാർക്ക് ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ മാർക്കിനെ ഒരു ടീം അങ്ങ് വളയുകയാണ്. മാർക്ക് ആ സ്കെലിറ്റൻ ഗാങ്ങിലെ ആളുകളെ നേരിടാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. മാർക്ക് അവിടെ വളരെ കുറച്ച് സമയമാണ് കൈ ഉയർത്തിയത്. ആദ്യം ആ ഡീമനിക് ബീസ്റ്റുകളുടെ ആ ഓറ തടുക്കാനും, രണ്ടാമത് ആ ഡീമനിക് ബീസ്റ്റുകളെ ഇല്ലാതാക്കാനും, മൂന്നാമത് അതിൻ്റെ ലീഡറെ ഇല്ലാതാക്കാനുമാണ്. അവസാനം മാർക്ക് കൈ ഉപയോഗിച്ചത് മാർക്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ആളെ ഇല്ലാതാക്കാനാണ്. പക്ഷേ അതെല്ലാം വളരെ വളരെ വേഗത്തിലായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ടീം അറ്റാക്ക് മാർക്കിന് നേരെ വരുന്നത്. ട്രൂ സെയിന്റ് ആയതിനു ശേഷം മാർക്കിനെ ശരിക്കും ആളുകൾ വളയുന്നത് ഇപ്പോഴാണ്. മാർക്ക് മുന്നോട്ട് കുതിച്ചു. മാർക്കിന്റെ ആ ഫിസിക്കൽ ബോഡിയുടെ സ്ട്രെങ്ത് അറിയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് ആ ആളുകളെ നേരിടുമ്പോൾ സ്വന്തം കൈക്കരുത്ത് ഒന്ന് ഉപയോഗിക്കുകയാണ്. മാർക്ക് അതിശക്തമായി ഒരു ഇടി ഇടിച്ചതും ആ ഇടി ഒരാളെയല്ല അവസാനിപ്പിച്ചത്. ആ ഇടിയുടെ ശക്തിയിൽ ആ ഇടി പോയ ദിക്കിലുള്ള ഒത്തിരിയേറെ ആളുകൾ അവിടെ അവസാനിച്ചു. ഏറ്റവും പുറകിലേക്ക് ഉണ്ടായിരുന്ന ആളുകൾ ഏതാണ്ട്
ഇറച്ചി പരുവായെന്ന് പറയാം. ഇടിയേറ്റ് തറ വീണ് അവർക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്താണ് വലതുഭാഗത്ത് സംഭവിച്ചതെന്ന് ഇടതുഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ കണ്ടു. അവർക്ക് പ്രതികരിക്കാൻ കഴിയുമ്പോൾ മാർക്ക് അവരുടെ മുന്നിലെത്തുകയും അവരെയും ഒറ്റയിടിക്ക് അവസാനിപ്പിക്കുകയും ചെയ്തു. ആ 2 പഞ്ചിൽ ഏകദേശം 2 ഡസനോളം ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് ചിലരെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മാർക്ക് ആ കൂടി നിൽക്കുന്ന ആളുകളെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് ഹോളി റീജിയനിലേക്ക് പോകണം. അതിന് ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോം റെഡിയാക്കണം. അതിന് എന്താ വേണ്ടത്? മാർക്ക് ആ ചോദ്യം ചോദിച്ചപ്പോഴേക്കും ഈ യങ് മാസ്റ്റർ ലിങ്കൻ ചാങ്ങിന്റെ പിതാവ് ലിങ്കൻ ടെങ് അവിടെ എത്തി. അയാള് വിവരം അറിഞ്ഞിട്ട് ഓടിയെത്തിയതാണ്. അയാളുടെ പുറകെ വേറെയും ആളുകളുണ്ട്. അവിടെ ഓടിയെത്തുന്ന ആളുകളെ മാർക്ക് കണ്ടു. അവരൊക്കെ ട്രൂ സെയിന്റുകളാണ്. പെട്ടെന്നാണ് 4-5 ട്രൂ സെയിന്റുകൾ അവിടെ ആ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നത്. മാർക്ക് അവിടെ എത്തിയതിനു ശേഷം അതുവരെ നേരിട്ടത് ട്രൂ സെയിന്റിനേക്കാൾ താഴെയുള്ള ആളുകളെയാണ്. പക്ഷെ ഇപ്പോൾ ഇത് ആദ്യമായി മാർക്ക് ട്രൂ സെയിന്റുകളെ നേരിടുകയാണ്. മാർക്ക് ഒരു ട്രൂ സെയിന്റിനെ നേരിട്ടത് ആ സ്കെലിറ്റൻ ഗ്യാങ്ങിന്റെ കപ്പലിനകത്താണ്. അവനെ ഒറ്റയിടിക്ക് മാർക്ക് അവസാനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ട്രൂ സെയിന്റുകൾ മാർക്കിനൊരു വിഷയമല്ല എന്ന് മാർക്കിനൊരു തോന്നലുണ്ട്. ആ ട്രൂ സെയിന്റുകൾ 5 പേർ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ്, ആരാ നീ? നീ എന്തിനാ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനേ പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല. എനിക്കിവിടെ നിന്ന് ഹോളി റീജിയനിലേക്ക് പോകണം. അതിന് എന്താണ് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏയ്, സ്കെലിറ്റൻ ഗ്യാങ്ങിനെ തൊട്ടതിന് ശേഷം ഇവിടെ വന്നു നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ നിന്നെ ആരാ അനുവദിച്ചത്? നല്ല മുഴക്കമുള്ള ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും നല്ല പൊക്കവും വണ്ണവുമുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. ശരിക്കും 6 അടിക്ക് മുകളിൽ അയാൾക്ക് പൊക്കമുണ്ട്. അയാൾ ഒരു ട്രൂ സെയിൻ്റാണ്. അയാൾ വന്നതും ബാക്കിയുള്ള ട്രൂ സെയിന്റുകൾ അയാളുടെ ഇടതും വലതുമായി അണിനിരുന്നു. ഇപ്പോൾ 6 പേരടങ്ങിയ ഒരു ടീം മാർക്കിനെ നേരിടാനായി റെഡിയാവുകയാണ്. അയാൾ ഇടതും വലതും നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, അവനെ അങ്ങ് ബന്ധിക്കും. അത്തരം ഒരു ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്ന ആ ആളുകൾ മുന്നോട്ട് കുതിച്ചതും അവിടെ കൈ ഒന്ന് അനങ്ങുകയും ചെയ്തു. ശരിക്കും അവിടെ കൈ അനങ്ങിയതും അതിനകത്തുനിന്ന് ഒരു ചങ്ങല രൂപം കൊണ്ടു. ഒരു സോൾ ബൈൻഡിങ് ചെയിനാണ്. മാർക്കിനെ ആ നീ കുടുംബത്തിലെ ആ എൽഡേഴ്സ് ബന്ധിപ്പിച്ച അതേ ചങ്ങല. ആ ചങ്ങല മാർക്കിനെതിരെ പാഞ്ഞു വന്നതും മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും ആ ഓർമ്മയാണ്. നീ കുടുംബത്തിലെ ആളുകൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാർക്കിന് എമിലിയും കൊണ്ട് ആസ്ട്ര മൗണ്ടൻ വഴി പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണുകളിലേക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അതിനെ തടഞ്ഞത് ആ നീ കുടുംബമാണ്. ആ ഓർമ്മ മാർക്കിന്റെ ഉള്ളിലേക്ക് വന്നതും ആ ചങ്ങല വഴി മാർക്കിനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ച ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. ലൈൻ ബേർഡ് ഫോർമുലയിൽ കണ്ണം ചേക്കുന്ന വേഗതയിൽ ട്രൂ സെയിന്റിന്റെ മുന്നിലെത്തിയ മാർക്ക് ഫെല്ലറുടെ കൈ അയാളുടെ മുഖത്ത് പതിച്ചത് ശരിക്കും അയാൾ അറിഞ്ഞില്ല. അയാൾക്ക് പിന്നീട് ഒരിക്കലും അറിയാൻ കഴിയത്തുമില്ല. കാരണം ആ ഇടിയിൽ അയാളുടെ തല കഴുത്ത് തെറിച്ചു പോയത് ഒരു ട്രൂ സെയിന്റിന്റെയാണ്. മാർക്ക് ഫെല്ലറും ട്രൂ സെയിന്റാണ്, ഇടിയേറ്റ ആളും ട്രൂ സെയിന്റാണ്. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാളുടെ തല തെറിച്ചിരുന്നു. അയാളുടെ തല തെറിച്ചതും ആ കോമ്പിനേഷൻ ചങ്ങല വർക്കൗട്ട് ആവാതായി. അവർ 5 കൂടി ചേർന്ന് ചങ്ങല സൃഷ്ടിച്ച് ആ അദൃശ്യമായ ചങ്ങല ഉപയോഗിച്ച് മാർക്കിനെ ബന്ധിപ്പിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ ചങ്ങല ഫോർമേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മാർക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ ഒരു വിജയ ഫോർമുല അതാണ്. ഇതുപോലുള്ള ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഫോർമേഷനിലെ കേന്ദ്ര ബിന്ദുവാകുന്ന ആളെ ആദ്യം ഇങ്ങ് തീർത്താൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. മാർക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവർക്കെതിരെ അതിശക്തമായി നീങ്ങിയതും ആ 4 ടീം മാർക്കിനെ ശക്തമായി നേരിട്ടു. ശരിക്കും ട്രൂ സെയിന്റുകൾ തമ്മിലുള്ള ഒരു അതിഭീകരമായ യുദ്ധമാണ് അവിടെ ആരംഭിച്ചത്. 4 ട്രൂ സെയിന്റുകൾ ഒരു വശത്തും പുതുതായി അവിടേക്ക് എത്തിയ ട്രൂ സെയിന്റ് മറുഭാഗത്തുമാണ്. ആ പുതിയ ട്രൂ സെയിന്റ് മാർക്ക് ഫെല്ലർ ട്രൂ സെയിന്റ് ആയിട്ട് അധികം നാൾ ആയിട്ടില്ല എന്ന് അയാളുടെ ഓറ വിളിച്ചു പറയുന്നുണ്ട്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഇപ്പൊ ആ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് പതുക്കെ ആക്ടിവേറ്റ് ആവുകയാണ്. ആ ഗോൾഡൻ പ്രകാശം മാർക്കിന്റെ പുറത്തേക്ക് വന്നപ്പോൾ അവിടേക്ക് ഓടിയെത്തിയ ഒരു മനുഷ്യൻ
അറിയാതെ അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു പോവുകയാണ്, ഇത് ഇത് ആ മനുഷ്യന്റെ ടെക്നിക്കല്ലേ? ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റ് സ്ഥാപിച്ച അജ്ഞാതനായ ആ മനുഷ്യന്റെ ആ ടെക്നിക് ഇത് ആ കാലങ്ങൾക്ക് ശേഷം മറ്റൊരാൾ വഴി അവർ കാണുകയാണ്. സെയിൻറ്റ്ലി ബോഡി ടെക്നിക്ക് മാർക്ക് ആ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് അധികം നാളുകൾ കഴിയും മുമ്പേ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അർത്ഥമുണ്ടാകുന്നത്. ശരിക്കും ട്രൂ സെയിന്റിന്റെ ബോഡിയെ കവർ ചെയ്യുന്ന ടെക്നിക്കാണ്. മാർക്ക് ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നതിന് എത്രയോ മുന്നേ തന്നെ ആ ബോഡ്ലി ടെക്നിക്ക് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ മാർക്ക് ട്രൂ സെയിന്റായി മാറിയതോടുകൂടി അത് പൂർണ്ണ അർത്ഥത്തിൽ മാർക്ക് ചുറ്റും അങ്ങ് ശക്തമാവുകയാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും നല്ല തിളക്കത്തിൽ ആ സെയിന്റ്ലി ബോഡി ആക്ടിവേറ്റ് ആയതും ആ ട്രൂ സെയിന്റുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അവരുടെ പഞ്ചുകൾ മാർക്കിനെ തൊടുന്നതേയില്ല. അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്, രഹസ്യ സ്പെല്ലുകളുണ്ട്. അതൊക്കെ ടൺ കണക്കിന് അവർ മാർക്കിന് നേരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മാർക്കിനെ തൊടാൻ അതിന് പറ്റുന്നില്ല. മാർക്ക് പക്ഷേ ട്രൂ സെയിന്റുകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ട്രൂ സെയിന്റുകളുടെ എണ്ണത്തിൽ ഒരെണ്ണം കുറയുകയാണ്. ഏകദേശം ഒരു 8-10 മിനിറ്റ് ആയിട്ടോ ആ 4 ട്രൂ സെയിന്റുകളും അവിടെ അവസാനിച്ചു. ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. 5 ശക്തരായ ട്രൂ സെയിന്റുകളെ തികച്ചും അപരിചിതനായ ഒരാൾ അവിടെ എത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലായതും ഒരു പ്രായമുള്ള മനുഷ്യൻ അങ്ങോട്ട് ഓടി വന്നു. അയാൾക്കൊപ്പം ഒരു ലേഡിയുമുണ്ട്. ആ ലേഡി മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, നമുക്ക് ഇതിവിടെ നിർത്താം. നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നതാണ് പ്രശ്നം. ആ സ്ത്രീ അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്ക് കൗതുകത്തോടെ ആ സ്ത്രീയെ നോക്കി. അവർ മാർക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ഹോളി റീജൻ ശരിക്കും ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. അവിടേക്ക് പോകാൻ ഒരുപാട് സ്പിരിറ്റ് എസൻസ് വേണം. എത്ര സ്പിരിറ്റ് എസൻസ് വേണം? അത് ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിലുള്ള മൊത്തം എസൻസും കൂട്ടിവെച്ചാൽ പോലും എത്തത്തില്ല. മാർക്കിന് അതൊരു പുതിയ അറിവാണ്. ഈ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കാൻ ഇഷ്ടംപോലെ ഊർജ്ജം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. പക്ഷേ ഇവിടെയുള്ള ആ പ്ലാറ്റ്ഫോം ഹോളി റീജിയനിലേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ ഊർജ്ജം വേണം. അത് ഒരുപാട് കൂടുതലാണ്. മാർക്കിന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ. അല്ല, എന്താ ഈ സ്പിരിറ്റ് എസൻസ് എന്ന് പറഞ്ഞാൽ? സുഹൃത്തെ, അത് സ്പിരിറ്റ് സ്റ്റോണുകൾ ശരിക്കും പ്രഷറൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അനവധി സ്റ്റോണുകൾ സംസ്കരിക്കുമ്പോഴാണ് ഒരു ചെറിയ അളവിൽ എസൻസ് ലഭിക്കുക. പക്ഷെ ആ എസൻസിന് വല്ലാത്തൊരു പവറുണ്ട്. മാർക്കിന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് അക്കാര്യമാണ്. മാർക്ക് അവരോട് ചോദിച്ചു, വേറെ എന്താ മാർഗം? സുഹൃത്തെ, 2 മാർഗങ്ങളുണ്ട്. രണ്ടാമത്തെ മാർഗം ഒരു ഷിപ്പാണ്. ശക്തമായ ഒരു ഷിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹോളി റീജിയനിലേക്ക് പോവാം. പക്ഷെ അതിന് ഒരുപാട് കാലമെടുക്കും. പിന്നെ ഉള്ളത് ഒരു ട്രിബുലേഷൻ ലെവൽ യോദ്ധാവായി നിങ്ങൾ വളരുക എന്നുള്ളതാണ്. ട്രിബുലേഷൻ ലെവലിലേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങൾക്ക് ഈ ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ പിന്നെ വാഹനങ്ങളുടെ ആവശ്യമില്ല. നക്ഷത്രങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പിന്നീട് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമും വേണ്ട, അതുപോലെ യുദ്ധ കപ്പലുകളും വേണ്ട. ആ വ്യക്തിക്ക് തന്നെ അങ്ങനെ പാഞ്ഞു പോകാൻ പറ്റും. ഉൾക്കകൾ പാഞ്ഞു പോകും പോലെ വ്യക്തികൾക്ക് ശൂന്യാകാശത്തൂടെ അങ്ങനെ പാഞ്ഞു പോകാം. ആ സ്ത്രീ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്ക് ശരിക്കും നിശബ്ദനായി. അത് കേട്ടതും ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ തൽക്കാലം ഞങ്ങൾക്കൊപ്പം വാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അതിഥിയായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തങ്ങുമ്പോൾ ഞങ്ങൾ ഒന്ന് കൂടി ആലോചിക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മാർക്കിനും താല്പര്യമില്ല. അതൊരു കണക്ഷൻ പ്ലാറ്റ്ഫോമാണ്. എല്ലാ ഗാലക്സികളിൽ നിന്നും അവിടേക്ക് വാഹനങ്ങൾ എത്താറുണ്ട്. ഗാലക്സികളുമായി ബന്ധപ്പെട്ട് അനവധി നക്ഷത്രങ്ങളും അതുപോലെ പ്ലാനറ്റുകളും കാണും. ആ പ്ലാനറ്റുകളെ പൊതുവെ അവർ വിളിക്കുക കോണ്ടിനെന്റ് എന്നാണ്. ഈ പ്രപഞ്ചത്തിന് പല മേഖലയിൽ നിന്നുള്ള കോണ്ടിനെന്റുകളിൽ നിന്നും അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണക്ഷൻ പ്ലാറ്റ്ഫോമാണ്. അവിടെ വന്നിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മാർക്കും ആഗ്രഹിച്ചില്ല. മാർക്ക് ആ സ്ത്രീക്കൊപ്പമുള്ള ആളുകൾക്കൊപ്പം അവരുടെ വീട്ടിലേക്ക് നടന്നു. മാർക്ക് ആ സ്ത്രീക്കൊപ്പം ആ വീട്ടിലെത്തിയതും ശരിക്കും ആതിഥേയ മര്യാദയ്ക്കനുസരിച്ച് തന്നെ ആ സ്ത്രീ മാർക്കിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. ഭക്ഷണവും കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ മാർക്ക് അവിടെ കിട്ടുകയാണ്. മാർക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് ശരിക്കും കുറച്ചു മാറി ഒരു ബിൽഡിങ്ങിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ആ സിറ്റിയുടെ തലവൻ എന്ന് വിളിക്കപ്പെടുന്ന ഹി യാനിക്കാണ്. ഹി യാനിക്കിൻ്റെ ചുറ്റുമായി നേരത്തെ നമ്മൾ കണ്ട ചില ആളുകളൊക്കെ ഉണ്ട്.
അതിലൊന്ന് ആ ലിങ്കൻ കുടുംബത്തിന്റെ തലവൻ സാക്ഷാൽ ലിങ്കൻ പെങ്ങാണ്. അയാളും അയാളുടെ മകനും അവിടെ ഉണ്ട്. അതുപോലെ സ്കെൽറ്റൻ ഗ്രൂപ്പിന്റെ തലവനും അവിടെ ഉണ്ട്. അയാളുടെ അനുജനായിരുന്നു യഥാർത്ഥത്തിൽ മാർക്കിന്റെ ഇടിയേറ്റ് മരിച്ച വ്യക്തി. അതിൻ്റെതായ ദേഷ്യത്തിലാണ് അയാൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. പിന്നെയുള്ളത് ഒരു യുവ കുടുംബത്തിന്റെ നേതാവ് യുവ കിങ്സ്ലിയാണ്. യുവ കിങ്സ്ലിയുടെ യുവ കുടുംബവും സ്കെലിറ്റൻ ഗ്യാങ്ങും അതുപോലെ ആ സിറ്റി ലോഡ് ഹി യാനിക്കും മറ്റു ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നത് ആ ഒരൊറ്റ വിഷയമാണ്, മാർക്ക് ഫെല്ലർ എന്ന വിഷയം. സിറ്റി ലോഡ് യാനിക്ക് അയാളുടെ മനസ്സിലുള്ള ഒരു സംശയം പറയുകയാണ്. അവൻ്റെ ആ ബോഡിക്ക് ചുറ്റും വന്ന ആ സുവർണ പ്രകാശം ശരിക്കും അത്ഭുതത്തോടെയാണ് കണ്ടത്. യാനിക്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ ഈ ബ്ലാക്ക് കോണ്ടിനെന്റ് പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച ആ മനുഷ്യനുമായി കണക്റ്റഡ് അല്ലേ എന്ന് എനിക്കൊരു സംശയം. അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ. ആ വ്യക്തിയും ഇവനും തമ്മിൽ എന്ത് ബന്ധമുണ്ടാവാനാ? ഇവൻ വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവനെ നമ്മൾ അങ്ങനെ കരുതേണ്ട കാര്യമില്ല. അതല്ല, അദ്ദേഹവുമായി കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കോണ്ടിനെന്റ് പിടിച്ചെടുത്ത് അവിടെ ആ ശൈലിയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് മറഞ്ഞുപോയ ആ അജ്ഞാതൻ, അവർക്കൊക്കെ ഒരു നാടോടി കഥ പോലെ പരിചയമാണ്. അയാളൊരു ഇതിഹാസ തുല്യനാണ്. ആ ഇതിഹാസ തുല്യനായ വ്യക്തിക്കും ഈ വന്ന കക്ഷിക്കും തമ്മിൽ എന്തോ ഒരു സാമ്യമുണ്ട്. അന്ന് ആ ഇതിഹാസ തുല്യനായ മനുഷ്യൻ വന്നത് ഇതുപോലെ ഹോളി റീജിയനിൽ നിന്നാണ്. ഇവനും വന്നിരിക്കുന്നത് ഹോളി റീജിയനിൽ നിന്നാണ്. അവർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് വളരെ കാര്യമായ ഒരു ചർച്ച തന്നെ അവിടെ നടന്നു. ആ ചർച്ച അല്പനേരം കഴിഞ്ഞതും ആ സ്കെൽറ്റൻ ഗാങ്ങിന്റെ തലവൻ ചാടി എണീറ്റു. അയാള് ഉറക്കെ സിറ്റി ലോഡിനോട് പറഞ്ഞു, ഇതൊന്നും കേട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവത്തില്ല, ഇപ്പം അവൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് സിറ്റി ലോഡിന്റെ ആ ഒഫീഷ്യൽ വസതിയിൽ നിന്ന് അയാൾ അതിവേഗം പുറത്തേക്ക് ഇറങ്ങി. 6 അടിയിലേറെ പൊക്കമുള്ള ശക്തനായ ആ മനുഷ്യനെ കണ്ടാലറിയാം അയാളൊരു ട്രൂ സെയിന്റ് ആണ്. ശരിക്കും അയാൾ അതിശക്തനായ ഒരു ട്രൂ സെയിന്റ് ആണ്. അയാൾക്ക് മാർക്ക് ഫെല്ലർ ഒരു വിഷയമേ അല്ല. മാർക്ക് ഫെല്ലർ എത്തിയതും അയാളുടെ അനുജനെ കൊന്നതും ബാക്കി അവിടെ ആ ട്രൂ സെയിന്റിലെ കൊന്നതൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം ദേഷ്യം അയാളുടെ ഉള്ളിലുണ്ട്. ഈ സമയത്ത് ആ ലിങ്കൻ കുടുംബത്തിന്റെ വസതിയിലാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് അവിടെ ആ മുറിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ആ വാതിൽ തള്ളി തുറന്നുകൊണ്ട് സാക്ഷാൽ സ്കെലിറ്റൻ ഗാങ്ങിന്റെ തലവൻ കടന്നു വരുന്നത്. ആ മുറിയിലേക്ക് കടന്നു വന്ന സ്കെലിറ്റൻ ഗ്രൂപ്പിന്റെ തലവൻ ലീ ജൂമാൻ മാർക്കിനോട് പറഞ്ഞു, നീ എന്റെ അനുജനെ തൊട്ടല്ലേ? അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ല, അയാൾ മാർക്കിനെ ആഞ്ഞൊന്നും ഇടിക്കുകയും ചെയ്തു. മാർക്ക് അവിടെ ഒരു കസേരയിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതിശക്തമായ പഞ്ച് വാതിൽക്കൽ നിന്ന് മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന് നേരെയുള്ള അതിശക്തമായ പഞ്ച് സ്വാഭാവികമായിട്ടും വൻ ഫോഴ്സിലാണ് മാർക്കിന് നേരെ വന്നത്. മാർക്ക് ആ പഞ്ച് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൈ ഉയർത്തി തടുത്തു. ആ നിമിഷത്തിൽ ശരിക്കും അതുണ്ടാക്കിയ ഒരു തരംഗം ആ ബിൽഡിങ്ങിന്റെ ചുവരുകൾ എത്ര തകർത്തരിപ്പണമാക്കി. ആ നിമിഷത്തിൽ മുറിക്കുള്ളിലേക്ക് കടന്നിരുന്ന ലീ ജൂമാൻ മുന്നോട്ട് കുതിച്ച് ഒരൊറ്റ ഇടി മാർക്കും മുന്നോട്ട് കുതിച്ച് ലീ ജൂമാൻ ഇടിച്ചു. ആ 2 ഇടിയും തൊട്ടടുത്തുള്ള പല മുറികളും തകർത്ത് തരിപ്പണമാക്കി. ലിങ്കൻ കുടുംബത്തിന്റെ ആ പ്രഖ്യാപിതമായ ബിൽഡിങ് തകർന്ന് തരിപ്പണമായതും മാർക്കും ലീ ജൂമാനും പുറത്തേക്ക് ചാടി. ശരിക്കും ലീ ജൂമാൻ ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിലെ അറിയപ്പെടുന്ന ഒരു ഫൈറ്ററാണ്. ലീ ജൂമാൻ ഗ്ലൗസുകൾ അണിഞ്ഞിട്ടുണ്ട്. ആ ഗ്ലൗസ് ഈ സംഘടന കാണുന്ന ആളുകളുടെ ശ്രദ്ധയപ്പെട്ടു. ലീ ജൂമാൻ അനിലേഷൻ ഗ്ലൗസ് ആണല്ലോ ധരിച്ചിരിക്കുന്നത്. ആ ഗ്ലൗസിന്റെ പേര് തന്നെ ഉന്മൂലന ശേഷിയുള്ള ഗ്ലൗസ് എന്നാണ്. അതെ, അത് ഒരു ഉന്മൂലന ശേഷിയുള്ള ഗ്ലൗസ് ആണ്. ആ ഗ്ലൗസ് ആർക്ക് നേരെ ഉപയോഗിച്ചാലും ആ ആള് അവിടെ അവസാനിക്കും. വേരോടെ പൊടിതെറിയെന്നൊക്കെ പറയില്ലേ, ആ ശൈലിയിലുള്ള ഗ്ലൗസ് ആണ്. ആ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലറെ അയാൾ നേരിട്ടതും മാർക്ക് തന്റെ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് പൂർണ്ണമായും അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ടാണ് തിരിച്ച് ലീ ജുമാനെ നേരിട്ടത്. ലീ ജുമാൻ വെറുമൊരു ട്രൂ സെയിന്റ് അല്ല, അയാളൊരു മിഡിൽ ലെവലിലെ ട്രൂ സെയിന്റ് ആണ്. ഏകദേശം ഒരു 5th ലെവൽ ട്രൂ സെയിന്റ് എന്ന് പറയാം. അയാള് മാർക്കിനേക്കാൾ ഒരുപാട് പടി മുകളിൽ നിൽക്കുന്നതാണ്. അയാൾ പെട്ടെന്നാണ് മാർക്കിന് നേരെ കുതിച്ചു വരികയും അതിശക്തമായി മാർക്കിനെ പഞ്ച് ചെയ്യുന്നത്. ആ പഞ്ചിന്റെ പവർ മാർക്കിന്റെ തൊടുന്നതിന് മുമ്പേ മാർക്കിനെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു. മാർക്ക് ശക്തമായ ഒരു സീല് സൃഷ്ടിച്ചുകൊണ്ട് ആ പഞ്ചിനെ തടുത്ത് വീണ്ടും തിരിച്ച് പഞ്ച് ചെയ്തു. ശരിക്കും ആ 2 ആളുകൾ തമ്മിലുള്ള
കൊടുക്കൽ വാങ്ങലുകൾ പെട്ടെന്ന് ആ ലിങ്കൻ കുടുംബത്തിന്റെ ആ പൂമുഖത്തും ചുറ്റുപാടുമൊക്കെ സകലതും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. കാണികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അവിടെ ആ സിറ്റി ലോഡിന്റെ മീറ്റിംഗ് ഹാളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. പല മേഖലയിൽ നിന്നും ആളുകൾ വരികയാണ്. വലിയ കോണ്ടിനെന്റ് ഒന്നുമല്ല ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റ്. അതുകൊണ്ട് തന്നെ വാർത്ത സ്പ്രെഡ് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. ഏകദേശം 1 മണിക്കൂറായപ്പോൾ ലീ ജുമാനും മാർക്കും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഘട്ടമെത്തി. പക്ഷേ ഈ സമയത്ത് മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ഒരു പഞ്ച് ലീ ജുമാന് നേരെ വന്നു. ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് മാർക്ക് പേരിട്ട് വിളിച്ച ആ പഞ്ച്, മാർക്ക് ഊജിയിൽ നിന്ന് പഠിച്ചെടുത്ത സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് തന്നെ ബിൽഡ് ചെയ്ത ആ പഞ്ച് ലീ ജുമാന്റെ പുറത്തു പതിച്ചതും ലീ ജുമാൻ അന്തരീക്ഷത്തോടെ അങ്ങനെ പറക്കുകയാണ്. ലീ ജുമാൻ അന്തരീക്ഷത്തോട് പറക്കുന്ന കണ്ടതും സിറ്റി ലോഡും ബാക്കിയുള്ള ആളുകളും പെട്ടെന്ന് ഒന്ന് അലറി. ആക്ടിവേറ്റ് ഫോർമേഷൻ! കേൾക്കേണ്ട താമസം ആ സിറ്റിക്ക് ചുറ്റുമായി അനവധി മാജിക്കൽ ആർട്ടിഫാക്റ്റുകൾ ഒന്ന് ജ്വലിച്ചു. അതിശക്തമായ ഒരു പ്ലാറ്റ്ഫോം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്, ഒരു ഫോർമേഷൻ. ആ ഫോർമേഷൻ ശക്തമായി വന്നതും അത് മാർക്കിന് നേരെ അതിശക്തമായ പ്രഷർ കൊടുത്തു. ലീ ജുമാനും ഇപ്പോൾ ആ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ലീ ജുമാനും അതുപോലെ ആ സിറ്റി ലോഡും ലിങ്കൻ കുടുംബത്തിന്റെ തലവനും അയാളുടെ മകനും എല്ലാവരും ആ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാണ്. മാർക്ക് ആ പ്ലാറ്റ്ഫോമിനകത്താണ്. സകല ആളുകളുടെ കയ്യിലും വൻതോതിലുള്ള മാന്ത്രിക ആയുധങ്ങളുണ്ട്. ആ മാന്ത്രിക ആയുധങ്ങൾക്ക് വൻതോതിൽ മാർക്കിന് മുകളിൽ പ്രഷർ ചൊലുത്താനും പറ്റുന്നുണ്ട്. തനിക്ക് ചുറ്റും ഫോം ചെയ്യപ്പെട്ട ആ ഫോർമേഷനിലേക്ക് ഒന്ന് നോക്കിയ മാർക്ക് ആ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഒരിക്കൽ കൂടി ആക്ടിവേറ്റ് ചെയ്ത് ഒരൊറ്റ ഇടി. മാർക്കിന്റെ ഇടിയേറ്റ് ആ പ്ലാറ്റ്ഫോം തകർന്ന് തരിപ്പണമായി. ശരിക്കും ആ ഫോർമേഷന്റെ ഭാഗമായ ആയുധങ്ങൾ ഒന്നൊന്നായി തകർന്ന് തരിപ്പണമായതും ആ ടീം പല ഭാഗത്തേക്കായി ചിതറി. ഈ സമയത്ത് മാർക്ക് കൗതുകകരമായ മറ്റൊരു കാഴ്ച കണ്ടു. മാർക്കിന്റെ പുറകിലായി മറ്റൊരു ഫോർമേഷൻ ഉണ്ട്. മാർക്ക് കൗതുകത്തോടെ ആ ഫോർമേഷനിലേക്ക് നോക്കിയിട്ട് അവന്മാരോട് ചോദിച്ചു, ഇനി ഈ ഫോർമേഷനും ഞാൻ പൊളിക്കണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ആ ഫോർമേഷന്റെ ഉള്ളിലേക്ക് കടന്നു. മാർക്ക് ആ ഫോർമേഷന്റെ ഉള്ളിലേക്ക് കടന്നതും ശരിക്കും വല്ലാത്തൊരു ആഹ്ലാദം അവിടെയുള്ള മുഴുവൻ ആളുകളുടെ ഉള്ളിൽ നിന്നുണ്ടാവുകയാണ്. ഹേയ് ചെറുപ്പക്കാരാ, നീ അറിയാതെ കെണിയിൽ പെട്ടുപോയി. ആ പൊട്ടിച്ചിരിയുടെ അന്ത്യത്തിൽ സിറ്റിലോട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, നീ ഇപ്പൊ കടന്നിരിക്കുന്നത് പർഗറ്ററിയിലേക്കാണ്, നരകത്തിലേക്ക്. അത് നരകമാണ്. ഞങ്ങൾ ഇവിടെ ശല്യം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ആ പർഗറ്ററിയിലേക്കാണ് നീ കടന്നിരിക്കുന്നത്. നരകം എന്താണെന്ന് നീ തിരിച്ചറിയാൻ പോവുകയാണ്. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും നരകത്തിന് എല്ലാ ബുദ്ധിമുട്ടും അകത്ത് കിടക്കുന്ന ആളിനെ കൊടുക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ചിരിക്കുന്ന സകല മാജിക്കൽ ആർട്ടിഫാക്റ്റുകളും ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഈ ടീം എല്ലാം ഒന്നടങ്കം ആ ആർട്ടിഫാക്റ്റുകളെ സംരക്ഷിക്കാനായി അവിടെ ചുറ്റും ഓടിയെത്തുകയും ചെയ്തു. ലിങ്കനും അതുപോലെ ലൂ ജീമാനും ആ സിറ്റിയിലോടും എല്ലാം ഉണ്ട്. സകലരും ആ വൃത്തത്തിന് ചുറ്റും വന്നപ്പോഴാണ് മാർക്കിന് താനൊരു കെണിയിൽ പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടായത്. ശരിക്കും ആ നരകമെന്ന് വിളിക്കപ്പെടുന്ന ആ ഫോർമേഷനകത്ത് വല്ലാത്തൊരു പ്രഷറുണ്ട്. ആ പ്രഷർ മാർക്കിന് പോലും തടുക്കാൻ പറ്റാത്ത ശക്തവുമാണ്. മാർക്കിന് പെട്ടെന്ന് അപകടം മനസ്സിലായി. മാർക്ക് ആ നിമിഷത്തിൽ കോസ്മിക് ഫോം ആക്ടിവേറ്റ് ചെയ്തു. ആ നരകമെന്ന് വിളിക്കപ്പെട്ട ആ ഫോർമേഷനേക്കാൾ പൊക്കത്തിൽ മാർക്കിനെ ബോഡി അങ്ങ് വളർത്തി ശക്തമായി ഒരൊറ്റ പഞ്ച് ആ നരക സൃഷ്ടി കീപ്പ് ചെയ്യുന്ന സിറ്റി ലോഡിന്റെ ഭാഗത്താണ് മാർക്ക് ആഞ്ഞിടിച്ചത്. ഇടിയേറ്റ് സിറ്റി ലോഡ് തെറിച്ചു. ഒരാൾ തെറിക്കുമ്പോൾ അതിനൊപ്പമുള്ള ആർട്ടിഫാക്റ്റ് ഇളകി മാറിയാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ മാർക്ക് ആ നിമിഷം പുറത്തു കടക്കുകയും ചെയ്തു. നരകത്തിനകത്ത് നിന്ന് പുറത്ത് ഒരാൾ കടക്കുന്നത് തികച്ചും അസംഭവ്യമായ ഒരു കാര്യമാണ്. അത് സംഭവിച്ചതും ആ സിറ്റിക്ക് കാവൽ നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒന്ന് സൈലൻ്റായി. അവര് പെട്ടെന്ന് മാർക്കിനോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന എസൻസ് ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. പക്ഷേ എത്രത്തോളം സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുക്കും. അങ്ങനെ അവർ പറയുമ്പോഴേക്കും അവിടേക്ക് മാർക്ക് ആദ്യം കയറിയ കപ്പലിലെ ആ ആളുകളെത്തി.
ക്യൂനിൻ കുടുംബത്തിന്റെ യുവാനും ഫെനിനും അതുപോലെ ക്യൂനെയും അവരെ അവിടേക്ക് കൊണ്ടുവന്നത് ആ സ്കെൽറ്റൻ ഗ്യാങ്ങിലെ ഒരു ലീഡറാണ്. ആ മൂന്നാളുകളെയും ബന്ധിച്ചിരിക്കുകയാണ്. അവരുടെ ദേഹത്തൂടെ രക്തം ഒലിക്കുകയാണ്. ഏയ്, നിന്റെ പേര് മാർക്കാണെന്ന് ഞങ്ങൾക്ക് ഇപ്പം അറിയാം. ഏയ്, നിനക്ക് ഈ ക്യൂനിൻ കുടുംബവുമായി ബന്ധമുണ്ടല്ലേ? നീ ഞങ്ങൾ പറയും പോലെ ഞങ്ങൾക്ക് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ 3 പേരെയും തീർക്കും. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്കിന്റെ വലത് കൈ ഒന്ന് ചലിച്ചതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും അയാൾക്ക് ബാലൻസ് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മാർക്കിന്റെ അതിശക്തമായ പഞ്ച് അയാളുടെ തലയ്ക്ക് തന്നെ പതിച്ചു. അയാളും മാർക്കും തമ്മിൽ ഒത്തിരി അകലമുണ്ട്. എന്നിട്ടും ആ തല തെറിച്ചു. പെട്ടെന്ന് അവിടെ മുഴുവൻ ഒരു നിശബ്ദത പരന്നു. വന്നിരിക്കുന്ന കക്ഷി അവരുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണെന്ന് ഒരു തോന്നൽ ആ നിമിഷത്തിലാണ് അവിടെ എല്ലാവർക്കും ഉണ്ടായത്. ആ നരകത്തിന്റെ വാതിൽ പൊളിച്ച് പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ഇപ്പോ ആ തോന്നൽ ഒരിക്കൽ കൂടി ഉറക്കുകയാണ്. മാർക്ക് ആ ക്യൂനിൻ കുടുംബത്തിന് ആളുകളുടെ ചങ്ങലകൾ അടിച്ചു മാറ്റിയിട്ട് അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഈ കപ്പലിലുണ്ടാകും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചു തരണം. സ്പിരിറ്റ് എസൻസ് ആണ് മാർക്കിന് വേണ്ടത്. മാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ആ സ്കെൽറ്റൻ ഗ്യാങ്ങിന്റെ കപ്പലിലേക്ക് ആ ക്യൂനിൻ കുടുംബത്തിന്റെ ആളുകളുമായി കയറി. ശരിക്കും അതിമനോഹരമായ ഒരു കപ്പലിലാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. മാർക്ക് ആ കപ്പലിൽ അങ്ങനെ ഒന്ന് കറങ്ങി നടക്കുമ്പോൾ അവിടെ പല സാധനങ്ങളും ഉണ്ട്. ഡീമൺ ബീസ്റ്റുകളുടെ കോറുകൾ ഉൾപ്പെടെ പലതും. അങ്ങനെ നോക്കി വരുമ്പോഴാണ് മാർക്ക് 2 കല്ലുകൾ കണ്ടത്. മാർക്ക് ആ കല്ലുകൾ കയ്യിലെടുത്തപ്പോൾ ആ കല്ലുകൾ ശരിക്കും നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. മാർക്ക് ആ കല്ലുകൾ കയ്യിലെടുത്തു. ആ കല്ലുകൾക്ക് വല്ലാത്തൊരു പ്രഭയും ഒരു ശക്തിയൊക്കെ മാർക്കിന് ഫീൽ ചെയ്തു. പെട്ടെന്നാണ് മാർക്കിന്റെ ബോഡി ഒന്ന് വിറയ്ക്കുന്നത്. അതേസമയത്ത് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ കല്ലുകളും ഒന്ന് വിറയ്ക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലുള്ളതുപോലെ ഊർജം ആ കല്ലിലും ഉണ്ടെന്ന് ആ നിമിഷത്തിൽ മാർക്കിന് തോന്നി. 2 കാന്തങ്ങൾ പരസ്പരം ആകർഷിക്കുന്ന പോലെ ആ ഊർജങ്ങൾ പരസ്പരം ആകർഷിക്കുകയാണ്. മാർക്ക് ആ കല്ലിലേക്ക് നോക്കുന്നുണ്ടതും അങ്കിൾ ക്യൂനിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതാണ് സ്പിരിറ്റ് എസൻസ്. സ്പിരിറ്റ് എസൻസ് ആണ് ആ സ്റ്റോണെന്ന് കേട്ടതും മാർക്ക് ഫെല്ലർക്ക് ഒരു വല്ലാത്ത അതിശയം തോന്നി. മാർക്ക് അവിടെ ആ മുറിയിൽ ചമ്രം പണിഞ്ഞിരുന്നിട്ട് ആ 2 സ്പിരിറ്റ് എസൻസും 2 കയ്യിലാക്കി വെച്ചു. അതിനുശേഷം മാർക്ക് പതുക്കെ അബ്സോർവ് ചെയ്തു തുടങ്ങി. ആ സ്പിരിറ്റ് എസൻസിൽ നിന്ന് പുറത്തേക്ക് വന്ന ഊർജത്തെ മാർക്ക് വലിച്ച് എടുത്തു തുടങ്ങിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിലേക്ക് ഊർജ്ജം ഇങ്ങനെ ഇടിച്ച് കയറുകയാണ്. ശരിക്കും അതുവരെ മാർക്ക് അനുഭവിച്ചിട്ടുള്ള ഊർജത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള കോൺസെൻട്രേറ്റഡ് ഊർജ്ജമാണ് മാർക്കിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. നേരത്തെ ആ ക്യൂനിൻ കുടുംബത്തിന്റെ ആ ഗ്രീൻ ട്രീക്ക് അടിയിൽ മാർക്ക് നിൽക്കുമ്പോൾ ശക്തമായ ഒരു ഊർജത്തിന്റെ സാന്നിധ്യം മാർക്കിന് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇത് അതൊന്നുമല്ല. അതിനൊക്കെ ബഹുദൂരെ കവച്ചു വെക്കുന്ന വല്ലാത്തൊരു പവർ ആ ഊർജത്തിനുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ശക്തി വൻതോതിൽ വർദ്ധിച്ചതായി മാർക്കിന് തോന്നി. അതേ നിമിഷത്തിൽ മാർക്ക് കണ്ണു തുറന്നപ്പോൾ മാർക്ക് ആ കാഴ്ചയും കണ്ടു. മാർക്കിന്റെ കയ്യിലിരുന്ന ആ 2 തിളങ്ങുന്ന കല്ലുകളും വെറും പൊടിയായി മാറിയിരിക്കുകയാണ്. അതിനകത്തുള്ള മുഴുവൻ ഊർജവും മാർക്ക് ഈ 4 മണിക്കൂർ കൊണ്ട് വലിച്ചെടുത്തു എന്നാണ്. മാർക്ക് ആ പൊടിയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന അങ്കിൾ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, 10,000 സ്പിരിച്വൽ സ്റ്റോണുകളിൽ നിന്നാണ് ആ ചെറിയ എസൻസ് സ്റ്റോൺ ഉണ്ടാക്കിയത്. ഒരുപാട് സ്പിരിച്വൽ സ്റ്റോണുകൾ ശരിക്കും സംയോജിപ്പിച്ച് സംസ്കരിച്ചെടുത്ത ആ എസൻസ് സ്റ്റോണ് മാർക്കിന്റെ ബോഡിയിൽ ഇതാ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഈ നിമിഷത്തിൽ മാർക്കിന് ഒരു കാര്യം അറിയാം. താൻ ഒരു ട്രൂ സെയിന്റിന്റെ 2nd ലെവലിലേക്ക് കടന്നിരിക്കുന്നു. ഈ സംഭവവികാസങ്ങൾ ഇവിടെയെങ്കിലും നടക്കുമ്പോൾ ഒരു വീഡിയോ കാണുകയാണ്. ഹോളി റീജിയനിലെ സാക്ഷാൽ യാവോ കുടുംബത്തിലെ യാവോ നൈനാനും അവന്റെ പിതാവും. ആ വീഡിയോ കണ്ട് അവര് ആകെ ഞെട്ടി നിൽക്കുകയാണ്. യാവോ നൈനാൻ ഇപ്പോൾ ഒരു ട്രൂ സെയിന്റ് ആണ്. അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ കാണുന്ന ആ കാഴ്ച. അവൻ കാണുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലർ അതിശക്തരായ ട്രൂ സെയിന്റുകളെ നിഷ്പ്രയാസം കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് ആ വീഡിയോയിലൂടെ അവൻ കണ്ടത്. ആ വീഡിയോ കണ്ട അവൻ നിന്ന് വിറയ്ക്കുകയാണ്. അച്ഛാ,
ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഏയ് നൈനാൻ, നീ അടങ്ങ. നീ പറയുന്നത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ആ ശൂന്യതയിൽ നിന്ന് ഒരാളും സാധാരണഗതിയിൽ രക്ഷപ്പെടില്ല. പക്ഷേ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അച്ഛാ, അവൻ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. അവൻ അവസാനിപ്പിക്കണം. അച്ഛാ, ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്ക്. ഇത് ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോർഡിനേറ്റല്ലേ, അവിടേക്ക് ആളിലയക്ക്. നൈനാൻ ആകെ അങ്ങോട്ട് വാശി വരികയാണ്. അവൻ്റെ യാവോ കുടുംബം വളരെ പാടുപെട്ടാണ് മാർക്ക് ഫെല്ലറെ അവസാനിപ്പിച്ചത്. ആ മാർക്ക് ഫെല്ലർ അവസാനിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് വാർത്ത വരുന്നത്. ഈ രംഗം അവിടെ അരങ്ങേറുമ്പോൾ അപ്പുറത്ത് ഷീ കുടുംബത്തിലും ഇതേ കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ഷൈൻ ശരിക്കും ആ കാഴ്ചയിലേക്ക് ഒന്നും പറയാതെ നോക്കി നിൽക്കുമ്പോൾ ലീമാൻ ഷൈനോട് പറഞ്ഞു, ഷൈൻ, നീ ഭയക്കേണ്ട കാര്യമില്ല. അവൻ വെറും സെക്കൻഡ് ലെവൽ ട്രൂ സെയിന്റ് ആണ്. ഞാനിവിടെ 5th ലെവലാണ്. അവൻ എൻ്റെ മുന്നിൽ വന്നാൽ നിഷ്പ്രയാസം അവൻ കൊല്ലപ്പെടും. അവനെന്താ ഇങ്ങനെ വിരൽ ചൊടിക്കും പോലെ ഞാൻ കൊല്ലും. ലീമാൻ പറയുന്നത് ശരിയാണെന്ന് ഷൈനും അറിയാം. പക്ഷെ ഷൈൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മാർക്ക് ഫെല്ലർ ജീവനോടെ മടങ്ങി വന്നതിൽ ഷൈന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഷൈൻ വളരെ നാളുകളായി മനസ്സിൽ താലോലിക്കുന്ന ഒരു സ്വപ്നമാണ് മറ്റൊരു കയോട്ടിക് ബോഡിക്കാരനായ മാർക്ക് ഫെല്ലറെ പരസ്യമായി തോൽപ്പിക്കുക എന്നുള്ളത്. മാർക്ക് ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ അത് കഴിയൂ. ഇപ്പൊ ഇതാ അത് സംഭവിക്കുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് കുടുംബത്തിൽ എമിലി ബ്ലാക്ക് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അവളെ ആ വീഡിയോ കാണിച്ച അങ്കിൾ യാനിന്റെ കണ്ണുകളും നിറയുകയാണ്. അങ്കിൾ യാനിന്റെ തൊട്ടടുത്ത് സാക്ഷാൽ ജൂ നിൽപ്പുണ്ട്. ജൂ ഉറക്കെ എമിലിയോട് പറഞ്ഞു, എനിക്കറിയാം ആ കള്ള അങ്ങനെ ഇത് തീരത്തില്ലെന്ന്. അവനങ്ങനെ തീരത്തില്ല, എനിക്കൊരു ഉറപ്പാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരു ആവേശത്തിലാണ് ജൂ. എമിലി ബ്ലാക്കിന്റെ കണ്ണും മനസ്സും മുഖവും ഒക്കെ അങ്ങനെ നിറഞ്ഞിങ്ങനെ വരികയാണ്. അവള് ഉറക്കെ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു മാർക്ക് അവസാനിക്കില്ലെന്ന്. എന്നെ കളഞ്ഞിട്ട് മാർക്ക് ഒരിടത്ത് പോകുന്നത് എനിക്കറിയാമായിരുന്നു. അവൾ ആ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂവിന്റെയും എമിലി ബ്ലാക്കിന്റെയും സന്തോഷം കണ്ട അങ്കിൾ യാനിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ സാവധാനം അവിടെ നിന്ന് മാറി. ആ സ്ത്രീകൾ സന്തോഷിച്ചോട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് ശരിക്കും അങ്കിൾ യാനിനുള്ളത്. ഇത് തന്നെയാണ് സെയിന്റ് ഗൂവിന്റെയും അവസ്ഥ. സെയിന്റ് ഗൂവിനോട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സാക്ഷാൽ ജിയാങ് ഫെലിനിയാണ്. ജിയാങ് ഫെലിനി ആ വാർത്ത അറിഞ്ഞതും സെയിന്റ് ഗൂവിന്റെ അടുത്തേക്ക് ഓടിയെത്തിയായിരുന്നു. സെയിന്റസ് ഇത് കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ വീഡിയോ സെയിന്റ് ഗൂവിനെ കാണിച്ചു പോകും. അവളും ആ കാഴ്ച കണ്ടു. സാക്ഷാൽ മാർക്ക് ഫെല്ലർ ട്രൂ സെയിന്റുകളെ പഞ്ഞിക്കിടുന്ന ആ കാഴ്ച. ഞാൻ പറഞ്ഞില്ലേ ഫെലിനി, മാർക്ക് അങ്ങനെയൊന്നും അവസാനിക്കത്തില്ല. അവൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടവരല്ല. അവൻ ഇവിടെ പലതും ചെയ്യും. ശരിക്കും സെയിന്റ് സ്കൂവിന് നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരൻ തിരിച്ചു വന്നതിന്റെ ഒരു ആഹ്ലാദമാണ്. ഫെലിനി അപ്പോഴും പറയാണ്, അവൻ വരട്ടെ, അവന്റെ കയ്യിൽ എൻ്റെ ആ ട്രിബുലേഷൻ മിറർ ഉണ്ട്, അവൻ്റെ ഞാനത് വാങ്ങിക്കും. മാർക്കിനെ ജീവനോടെ കണ്ടതിൽ ഫെലിനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും അവൻ അത് പറഞ്ഞു പോകും. അത് കേട്ടപ്പോ സെയിന്റ് സ്കൂം അറിയാതെ ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോ നമ്മൾ ചെല്ലേണ്ടത് സ്പെഷ്യൽ തണ്ടർ കോർട്ട്യാർഡിലേക്കാണ്. തണ്ടർ കോർട്ട്യാർഡിൽ ഡീൻ ലീ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഡീൻ ലീ നമ്മൾ കാണുകയാണ്. ഡീൻ ലീ ചാടി എണീക്കുകയാണ്. ഡീൻ ലീ ശരിക്കും ആകാശത്തേക്ക് ചാടി ഉയർന്ന് തന്റെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ ഈ ശൈലിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുമെന്ന് ആരും വിചാരിക്കത്തില്ലല്ലോ. ഡീൻ ലീ ശരിക്കും കൈ രണ്ടിങ്ങനെ പിടിച്ചുകൊണ്ട് പറയാണ്, എനിക്കറിയാമായിരുന്നു അവന്റെ അച്ഛൻ അവനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ശരിക്കും ഈ നിമിഷത്തിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞത് സാക്ഷാൽ ഫ്ലവർ ഗ്രാനിയുടെ മുഖത്താണ്. അവരും പറഞ്ഞു, അതെ, എനിക്കും അതറിയാമായിരുന്നു. ശരിക്കും മാർക്ക് ഫെല്ലറെ മരിക്കാൻ അവന്റെ പിതാവ് അനുവദിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളുകളാണ് ഫ്ലവർ ഗ്രാനിയും അതുപോലെ ഡീൻ ലീയും. കഥ ഇവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ ശരിക്കും ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം ഫോറസ്റ്റിൽ എല്ലാ മേഖലയിൽ നിന്നും ആ സ്പിരിച്വൽ എസൻസ് അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്പിരിച്വൽ എസൻസ് വൻതോതിൽ കളക്ട് ചെയ്യപ്പെട്ടു. അത് മുഴുവൻ മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. മാർക്ക് ആ സ്പിരിച്വൽ എസൻസ് കളക്ട് ചെയ്തത് യഥാർത്ഥത്തിൽ ഹോളി റീജിയനിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്യാനാണ്. പക്ഷേ 2 സ്റ്റോണുകൾ മാർക്ക് ഉപയോഗിച്ചപ്പോൾ മാർക്കിനുണ്ടായ ആ വളർച്ച മാർക്കിനെ മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. തന്റെ മുന്നിലേക്ക് കുന്നുപോലെ വന്നുകൂടിയ ആ സ്പിരിച്വൽ എസൻസ് മാർക്ക് പതുക്കെ അബ്സോർവ് ചെയ്തു തുടങ്ങി. അതിവേഗമാണ് സമയം ഇങ്ങനെ കടന്നു പോകുന്നത്.
പെട്ടെന്നാണ് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. മാർക്ക് അതിവേഗം ആ എസൻസ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷീ കുടുംബത്തിലെയും യാവോ കുടുംബത്തിലെയും പ്രധാന ആളുകൾ വീണ്ടും ഒന്നിച്ചുകൂടി. ഹേയ്, ആ മാർക്ക് ഫെല്ലർ വീണ്ടും ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പറയുമ്പോൾ യാവോ കുടുംബത്തിന് ശരിക്കൊരു ഭയമുണ്ട്. അവരാണ് മാർക്ക് ഫെല്ലറെ ആ ബ്ലാക്ക് ഹോൾ പോലുള്ള ശൂന്യതയിലേക്ക് തള്ളിവിട്ടത്. മാർക്ക് ഹോളി റീജിയനിലേക്ക് മടങ്ങിയെത്തിയാൽ ഉറപ്പായിട്ടും അവൻ ആദ്യം പ്രതികാരത്തിനായി എത്തുന്നത് യാവോ കുടുംബത്തിലായിരിക്കും. അതറിയാവുന്ന ആ ടീമിൻ്റെ ഹെഡ് ലീമാനോട് പറഞ്ഞു, ഏയ് ലീമാൻ, നിങ്ങളുടെ കുടുംബത്തിന് അവൻ വന്നാൽ പ്രശ്നമുണ്ടാകും. തൻ്റെ കുടുംബത്തിന് വരുന്ന പ്രശ്നത്തെ മറച്ചു വെച്ചുകൊണ്ട് ഷീ കുടുംബത്തിൻ്റെ ആ പ്രശ്നത്തിലേക്കാണ് ശരിക്കും അയാൾ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഷീ കുടുംബത്തിൻ്റെ ഷൈനിന് ഒരു ത്രെട്ടാണ് കയോട്ടിക് ബോഡിക്കാരനായ മാർക്ക് ഫെല്ലർ. അതുകൊണ്ട് മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഷീ കുടുംബമാണെന്ന് യാവോ കുടുംബത്തിന് ആ ഹെഡ് പറയുകയാണ്. അത് കേട്ടതും ലീമാൻ അവരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അവൻ ഇവിടെ വന്നാൽ എൻ്റെ മുന്നിൽ അവൻ ഒന്നുമല്ല. ഏയ് ലീമാൻ, അതങ്ങനെയല്ല. അവൻ ഇനിയും വളരും. അവൻ്റെ വളർച്ച നാളെ നിങ്ങൾക്കും ബുദ്ധിമുട്ടാകും. ഇപ്പം ലീമാൻ 5th ഗ്രേഡിലുള്ള ഒരു ട്രൂ സെയിൻ്റാണ്. മാർക്ക് ഫെല്ലർ 2nd ലെവലിലുമാണ്. മാർക്ക് അയാൾക്കൊപ്പം ഓടിയെത്തിയാൽ അത് അപകടമാണ്. ആ അറിവ് അയാൾക്കുമുണ്ട്. ആ കാര്യം ബോധ്യമായതും അവർ ഒരു തീരുമാനമെടുത്തു. നമുക്ക് അവിടെയുള്ള നമ്മുടെ ആളുകളോട് അവനെ അവസാനിപ്പിക്കാൻ പറയാം. ഹോളി റീജിൽ നിന്ന് നാടുകടത്തപ്പെട്ട അനവധി ആളുകൾ അവിടെ ആ നരകം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അങ്ങനെ നാടുകടത്തപ്പെട്ട ആളുകൾ അവിടെ ഉണ്ട്. അവരെ ഉപയോഗിച്ച് മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കണം. ആ ഒരു ധാരണയിലേക്കാണ് യാവോ കുടുംബവും അതുപോലെ ഷീ കുടുംബവും കടന്നത്. ഇപ്പോൾ അവരുടെ ചർച്ചയിൽ നീ കുടുംബവും പങ്കെടുക്കുന്നുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറും എമിനും തമ്മിലുള്ള ആ യാത്ര തടുത്തത്. അവരെ അതുകൊണ്ട് തന്നെ അവർ കൂട്ടിച്ചേർക്കാറുണ്ട്. ഈ ചർച്ചയിൽ അധികം പങ്കെടുക്കാതെ നിൽക്കുന്ന ആളുകൾ ബ്ലാക്ക് കുടുംബത്തിൻ്റെ ആളുകളും അതുപോലെ ടെങ് കുടുംബത്തിൻ്റെ ആളുകളും ഗു കുടുംബത്തിൻ്റെ ആളുകളും ഒക്കെയാണ്. അതുപോലെ ജിയാങ് കുടുംബവും അധികം സജീവമല്ല. പക്ഷെ പൊതുവായ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അവരെല്ലാവരും പങ്കെടുക്കുകയും ചെയ്യും. അനുകൂലിച്ച് അഭിപ്രായം പറയാത്ത അവർ എതിർത്തും അഭിപ്രായം പറയാറില്ല. മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാൻ അവരെ ഒരു മാർഗം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആ കപ്പലിനകത്ത് മാർക്ക് ഫെല്ലർ ആ എസൻസ് അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സമയം അതിവേഗം കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ഏകദേശം 90 ദിവസം എത്തിയത്. മാർക്കിൻ്റെ മുന്നിലുള്ള ആ കൂമ്പാരം ഏതാണ്ട് തീർന്നു. പക്ഷെ മാർക്കിന് ഇപ്പോൾ ഒരു കാര്യം അറിയാം. മാർക്ക് ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ സമീപം എത്തിയിരിക്കുകയാണ്. ട്രൂ സെയിൻറ്റിൻ്റെ 3rd ലെവലിലേക്ക് മാർക്ക് ഇതാ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്.